നമസ്കാരം. സഹജീവനത്തിന്റെ ഇന്നത്തെ അധ്യായത്തിലേക്ക് എല്ലാ ദൂരദർശൻ പ്രേക്ഷകർക്കും ഹൃദയം നിറഞ്ഞ സ്വാഗതം. എന്തായാലും സഹജീവനത്തിന്റെ ഇന്നത്തെ അധ്യായം എന്ന് പറയുന്നത് സംഗീത ജീവനം ആയിത്തീരുകയാണ്. എന്തായാലും ഇന്ന് നമുക്ക് അത്തരത്തിൽ സംഗീതവുമായി ബന്ധപ്പെട്ട അതിഥികളാണ് നമ്മളോടൊപ്പം ഇന്ന് ചേരുന്നത്. പക്ഷേ ആ അതിഥികളിലേക്ക് വിശേഷങ്ങളിലേക്കൊക്കെ പോകുന്നതിന് മുമ്പ് ഇന്നത്തെ പ്രധാനപ്പെട്ട കോവിഡ് അപ്ഡേറ്റ്സിലേക്കൊന്ന് പോവുകയാണ്. നമുക്കറിയാം, കേരളത്തിൽ ഇതുവരെ 499ഓളം കോവിഡ് കേസസ് ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിൽ 462 കേസും വളരെ മികച്ച രീതിയിൽ തന്നെ നമ്മൾ റിക്കവർ ചെയ്ത് പൂർവ്വ ആരോഗ്യസ്ഥിതിയിലേക്ക് അവരെ കൊണ്ടുവരാനായിട്ട് സാധിച്ചു. ഇനി അവശേഷിക്കുന്ന 34 രോഗികൾ മാത്രമാണ് കേരളത്തിൽ. അതിൽ ഏറ്റവും ശുഭസൂചകമായിട്ടുള്ള ഒരു കാര്യം എന്ന് പറയുന്നത്, കഴിഞ്ഞ 2 ദിവസമായിട്ട് ഒരു പുതിയ കോവിഡ് രോഗിയും വന്നിട്ടില്ല എന്നുള്ളത് വളരെ ശുഭസൂചകമായി തന്നെ നമ്മൾ കാണുകയാണ്. എന്തായാലും ലോകത്തിൻ്റെ ആകെയുള്ളൊരു സ്ഥിതി നമ്മൾ നോക്കുമ്പോൾ 36,17,494 കോവിഡ് പേഷ്യൻസ് ആണ് എന്നുള്ളത്. അതിൽ ഏകദേശം 2.5 ലക്ഷത്തിലധികം മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. എന്നാൽ ഇന്ത്യയിലേക്ക് വരികയാണെങ്കിൽ വീണ്ടും ലോകത്തിന് തന്നെ വളരെ ഒരു ശക്തി പകരുന്ന അല്ലെങ്കിൽ പ്രതീക്ഷ പകരുന്ന കണക്കുകളാണ് ഇന്ത്യയിൽ നമുക്ക് ഉയർത്തിപ്പിടിക്കാനുള്ളത്. ഇന്ത്യയിൽ ആകമാനം 42,836 കേസസ്, അതിൽ 1,389 മരണമാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ലോകത്തെ വലിയ കണക്കുകൾ നോക്കുമ്പോൾ, അല്ലെ 2.5 ലക്ഷത്തിൻ്റെയൊക്കെ കണക്ക് നോക്കുമ്പോൾ നമ്മൾ വളരെ സേഫ് സോണിലാണ്. ഇന്ത്യ വളരെ സ്റ്റേബിളായിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് വളരെ പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെയാണെങ്കിലും നമുക്കറിയാം, ഇപ്പോൾ ഒരു ലോക്ക്ഡൗണിൻ്റെ 3rd ഫേസിൽ കുറേ അധികം ഇളവുകളൊക്കെ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഈ ഇളവുകളെ വളരെ ബുദ്ധിപൂർവ്വം ഉപയോഗിക്കുക എന്ന് പറയുന്ന ഒരു ചുമതല കൂടി നമ്മളൊക്കെ നിക്ഷിപ്തമാണ്. അതുകൊണ്ട് സോഷ്യൽ ഡിസ്റ്റൻസിങ്ങിനെ കുറിച്ച് ആരും മറക്കണ്ട. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. ഇറങ്ങുമ്പോൾ തീർച്ചയായും മാസ്ക് ധരിക്കുക. അതുപോലെ തന്നെ കൈ അടിക്കടി സോപ്പ് ഉപയോഗിച്ച് അല്ലെങ്കിൽ സാനിറ്റൈസറൊക്കെ ഉപയോഗിച്ച് വൃത്തിയായി സൂക്ഷിക്കാൻ, വ്യക്തി ശുചിത്വം പാലിക്കാനായിട്ട് മറക്കരുത് എന്നുള്ള കാര്യം കൂടി ഒന്ന് പങ്കുവെച്ചുകൊണ്ട്, അപ്പോൾ സ്റ്റേ ഹോം, സ്റ്റേ സേഫ്. അത്യാവശ്യ കാര്യങ്ങൾക്ക് മാത്രം വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുക. ഇനി നമുക്ക് സഹജീവനത്തിൻ്റെ ഇന്നത്തെ അധ്യായത്തിൽ നമ്മുടെ അതിഥികളിലേക്കും വിശേഷങ്ങളിലേക്കുമാണ് പോകേണ്ടത്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചല്ലോ, സഹജീവനം എന്ന് പറയുന്നത് ഇന്നത്തെ സംഗീത ജീവനമാണ്. അപ്പോൾ ഇന്നത്തെ നമ്മുടെ അതിഥികളെല്ലാം തന്നെ സംഗീതവുമായി ബന്ധപ്പെട്ട വ്യക്തികളാണ്. അതിൽ തിരുവനന്തപുരം സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നത് ശ്രീ രവി മേനനാണ്. അദ്ദേഹത്തെ മലയാളികൾക്ക് പ്രത്യേകിച്ച് പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. കേരളത്തിലെ തന്നെ ഏറ്റവും മികച്ച സംഗീത ആസ്വാദകരിൽ ഒരാൾ, സംഗീത നിരൂപകൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരില്ല. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു ടെക്നിക്കൽ ആസ്പെക്ട്സിലേക്ക് ഇറങ്ങി നിന്ന് പാട്ടിൻ്റെ സൗന്ദര്യത്തിനപ്പുറം കുറ്റം കണ്ടുപിടിക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തിത്വമല്ല. പക്ഷേ എങ്കിൽ പോലും സംഗീത നിരൂപകൻ എന്നുള്ള ഒരു വിശേഷണവും നമുക്ക് അദ്ദേഹത്തിന് നൽകാം. ഇനി കുറച്ചുകൂടി വ്യക്തമായിട്ട് പറയുകയാണെങ്കിൽ, സംഗീതത്തെക്കുറിച്ചുള്ള ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ പോലും തെറ്റാവില്ല. അദ്ദേഹത്തെ നമുക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം സർ. ഒപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമുക്ക് ചേരുന്നത് എഗെയിൻ മലയാളികൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് പരിചയപ്പെടുത്തലുകൾ ആവശ്യമില്ലാത്ത ഒരു വ്യക്തിയാണ്. RK എന്ന് നമ്മളെല്ലാവരും സ്നേഹത്തോടുകൂടി വിളിക്കുന്ന, ഓൾ ഇന്ത്യ റേഡിയോയെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് കോഴിക്കോട് സ്റ്റേഷനെ സംബന്ധിച്ചിടത്തോളം അമ്മാവൻ എന്ന കഥാപാത്രത്തെ മറക്കാനായിട്ട് കോഴിക്കോടുള്ളവർക്ക് സാധിക്കില്ല, മലയാളികൾക്ക് ആർക്കും സാധിക്കില്ല. ശ്രീ കനകാംബരൻ, അദ്ദേഹമാണ് നമ്മുടെ അതിഥിയായി എത്തുന്നത്. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു കാര്യം കൂടി പറയണം. മലയാളത്തിന് ശ്രുതിമധുരമായ ഒരുപിടി നല്ല ഗാനങ്ങൾ സമ്മാനിച്ച രാഘവൻ മാഷിൻ്റെ പുത്രനും കൂടിയാണ്. കനകാംബരൻ സാറിനും സ്വാഗതം. ഒപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം ചേരുന്നത് VS രമ്യയാണ്. ഓൾ ഇന്ത്യ റേഡിയോയുടെ ഒരു A ഗ്രേഡ് ആർട്ടിസ്റ്റാണ്, ഹിന്ദുസ്ഥാനി സംഗീതജ്ഞയാണ്, ഹിന്ദുസ്ഥാനി സംഗീതത്തിൽ ഉയർന്ന പഠനങ്ങൾ നടത്തിയിട്ടുള്ള ഒരു വ്യക്തിയാണ്. നമ്മുടെ ദൂരദർശൻ്റെയും നിരവധി പരിപാടികളുടെ ഭാഗമായിട്ടുള്ള ഒരു വ്യക്തി കൂടിയാണ് VS രമ്യ. പരിപാടിയിലേക്ക് സ്വാഗതം. അപ്പോൾ എന്തായാലും നമ്മുടെ അതിഥികളെയൊക്കെ പരിചയപ്പെട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് തീർച്ചയായിട്ടും നമുക്കിനി അവരിലേക്കുള്ള ചോദ്യങ്ങളിലേക്ക് പോകാനുള്ള സമയമാണ്. സർ, ഇപ്പം ഈ ഒരു കോവിഡ് കാലം എന്ന് പറയുന്നത്, സംഗീതം നമുക്കറിയാം എപ്പോഴും നമുക്കൊരു സ്ട്രെസ് ബസ്റ്ററാണ്. സംഗീതത്തിൻ്റെ ഒരു പ്രത്യേകത, നമ്മൾ ഏത് മൂഡിലുള്ള പാട്ടാണോ കേൾക്കുന്നത് ആ മൂഡിലേക്ക് നമ്മളെയും അറിയാതെന്ന് വഴുതി കൊണ്ടുപോകാൻ സംഗീതത്തിന് സാധിക്കും. പാത്തോസ് ആണെങ്കിൽ ആ മൂഡായിരിക്കും, അല്ലെങ്കിൽ വളരെ ഹാപ്പി സോങ് ആണെങ്കിൽ ആ മൂഡിലേക്ക്. ഈ കോവിഡ് കാലത്ത് നമ്മൾ ഏറ്റവും ഏറ്റുപാടിയൊരു പാട്ട്, ലോകം മുഴുവൻ സുഖം പകരാനായി, അല്ലേ? എല്ലാവരും പാടുന്നത്. അതെ, എല്ലാവരും പാടും. എല്ലാവരെയും പാട്ടുകാരാക്കിയ പാട്ടൊന്നും കൂടെ വേണമെങ്കിൽ നമുക്ക് വിശേഷിപ്പിക്കാം. അപ്പോൾ ആ പാട്ടിൻ്റെ ഒരു കഥ, പാട്ടിന് സംഗീതം പകർന്നല്ലേ, പുകഴേന്തിയെ കുറിച്ചൊക്കെ എനിക്കൊന്ന് നമ്മളൊന്ന് ഓർത്തിട്ട് ഇന്നത്തെ എപ്പിസോഡ് തുടങ്ങുന്നതായിരിക്കും. എനിക്ക് തോന്നുന്നു ഒരു വലിയൊരു വിരോധാഭാസം എന്നൊക്കെ പറയാം. കാരണം ഈ പാട്ട് ഇറങ്ങിയ സമയത്ത് ഇത്രയും ഭയങ്കര പോപ്പുലർ അല്ല. നല്ല പാട്ടാണ്, സ്നേഹദീപം എഴുതിറക്കും, നല്ല സിനിമയായിരുന്നു. പക്ഷേ ആ മ്യൂസിക് ഡയറക്ടറെയും എനിക്ക് തോന്നുന്നു പ്രത്യേകിച്ച് പിൻതലമുറയ്ക്കൊക്കെ അറിയുമോ അറിയില്ല. പുകഴേന്തി, അദ്ദേഹം തമിഴനാണോ എന്നൊക്കെ വരെ ചോദിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ അദ്ദേഹം തിരുവനന്തപുരത്തുകാരനാണ്, വേലപ്പൻ നായർ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അപ്പോൾ
അത് കമ്പോസ് ചെയ്തതിനെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അതായത് ഈ പാട്ട് നമ്മുടെ ഭാസ്കർ മാഷാണ് ആ പടവും ഡയറക്റ്റ് ചെയ്തിട്ടുള്ള പാട്ട് എഴുതിയിട്ടുള്ളതും. ഭാസ്കർ മാഷ് അത് എഴുതിയത് ടാഗോറിന്റെ ഒരു കവിതയിൽ നിന്ന് ഇൻസ്പയർഡ് ആയിട്ടാണ്. അതിന്റെ ഈ ആദ്യത്തെ ലോകം മുഴുവൻ സുഖം പകരാനായി എന്ന് പറയുന്ന വരികളുടെ ആശയം അതൊരു ടാഗോർ കവിതയിൽ നിന്നാണ് അദ്ദേഹം കടം കൊണ്ടിട്ടുള്ളത്. അത് കഴിഞ്ഞിട്ട് അത് കമ്പോസ് ചെയ്ത സമയത്ത് വളരെ ലൈറ്റായിട്ട് ഒരു പ്രാർത്ഥനാ ഗീതമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. ആ സിനിമ ഒരു ബംഗാളി നോവൽ ബേസ് ചെയ്തിട്ടാണ് ആ സിനിമ വന്നിട്ടുള്ളത്. അതുകൊണ്ടായിരിക്കണം ചിലപ്പോൾ ടാഗോറിൽ നിന്ന് സ്വാധീനം ഉൾക്കൊണ്ടത്. പക്ഷെ ആ പാട്ട് വളരെ സിമ്പിളായിട്ട് ആർക്കും പാടാവുന്ന രീതിയിൽ കമ്പോസ് ചെയ്യണമെന്നാണ് മാഷ് പറഞ്ഞത്. അപ്പോൾ പുകഴേന്തി അത് അതിമനോഹരമായിട്ട് കമ്പോസ് ചെയ്തു, വളരെ ലൈറ്റ്. അതുകൊണ്ടാണ് ഇപ്പോൾ ഈ കാലത്തും അത് എല്ലാവർക്കും പാടാവുന്ന രീതിയിലുള്ള ഒരു വളരെ ലൈറ്റായിട്ടുള്ള ഒരു പ്രാർത്ഥനാ ഗീതമായിട്ട് മാറിയത് തോന്നുന്നു. അതെ അതെ. ഈ ഇതുപോലുള്ള പാട്ടുകൾ, അതായത് ഇപ്പോൾ ഒരു ഈ പാട്ടിനെ പറയുകയാണെങ്കിൽ ശരിക്കും ഒരു കാലഘട്ടത്തെ അതിജീവിച്ച് അല്ലേ ഒരു പാട്ടെന്ന് നമുക്ക് വിശേഷിപ്പിക്കാം. ഇതുപോലെ ഈ സാഹചര്യവുമായിട്ട് നമുക്ക് റിലേറ്റ് ചെയ്യാം. കാരണം ഇപ്പം ലോകം മുഴുവൻ ഒരു നമ്മളൊക്കെ ശുഭാപ്തി വിശ്വാസത്തിൽ വളരെ പൊതുവെ ഇന്ത്യക്കാരെ നല്ല ഫൈറ്റേഴ്സാണ്, മലയാളികൾ പ്രത്യേകിച്ച്. അപ്പോൾ ആ ഒരു സ്പിരിറ്റിൽ നമ്മൾ മുന്നോട്ട്. പക്ഷെ ലോകത്തിനെ സംബന്ധിച്ചൊരു പകച്ചു നിൽക്കുന്ന സാഹചര്യം പലയിടത്തും ഉണ്ട്. അപ്പോൾ ഈ സാഹചര്യവുമായിട്ട് റിലേറ്റ് ചെയ്യാൻ പറ്റുന്ന മലയാള പാട്ടുകൾ ചോദിച്ചാൽ അത് ഏതൊക്കെ? അത് ശരിക്കും പറഞ്ഞാൽ ഈ കാലഘട്ടത്തിന് മനസ്സിൽ വെച്ചിട്ടായിരിക്കില്ലല്ലോ ഇവർ എഴുതിയിട്ടുണ്ടാവുക. പക്ഷെ എന്തുകൊണ്ടോ നമ്മൾ ഈ പുതിയ കാലമായിട്ട് ഐഡന്റിഫൈ ചെയ്യാൻ പഴയ പാട്ടുകൾ വേറെ സിറ്റുവേഷന് വേണ്ടി എഴുതിയായിരിക്കും. ഇപ്പോൾ കണ്ണിൽ കാൺമത് കണിയായി മാറും കാണാത്തതു നാം എങ്ങനെ അറിയും, ഒന്നു നിനയ്ക്കും മറ്റൊന്നാകും മന്നിതുമായ നാടകരംഗം എന്ന് പറഞ്ഞ വളരെ ഫേമസ് ആയിട്ടുള്ള ഈശ്വര ചിന്തയിലും. പക്ഷെ അതിൽ ഈ വരികള് ഇപ്പോൾ കണ്ണിൽ കാണുന്നത് കണിയായി അറിയും, കാണാത്തത് നാം എങ്ങനെ അറിയും. ശരിക്കും പറഞ്ഞാൽ അതല്ലേ ഇപ്പൊ നടക്കുന്നത്, കാണാത്ത ഒരു സംഭവം. അതായത് ജീവിതത്തിൽ നമുക്കറിയാത്ത സംഭവങ്ങളാണ് ഇതൊക്കെ ഉണ്ട് എന്നുള്ള ഒരു പ്രവചനമാണെന്ന് എനിക്ക് തോന്നുന്നു. അതുപോലെ വേറെയും പാട്ടുകളുണ്ട്. ഇപ്പോൾ പ്രവാചകന്മാരെ എന്നുള്ള പാട്ടുണ്ട്. പറയൂ പ്രഭാതമകലെയാണോ, പ്രപഞ്ച ശില്പികളെ പറയൂ പ്രകാശമകലെയാണോ. ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് ചോദിക്കുന്ന അതാണ്, ഈ പ്രഭാതം അകലെയാണോ പ്രകാശം അകലെയാണോ എന്നുള്ള ചോദ്യമാണ്. അതുപോലെ ജീവിതത്തിൻ്റെ നിരർത്ഥകതയെക്കുറിച്ചുള്ള പാട്ടുകൾ, അർത്ഥശൂന്യതയെക്കുറിച്ച് പാട്ടുകൾ, ഈ കാവ്യപുസ്തകമല്ലോ ജീവിതം, അതിനുള്ള പാട്ടുകൾ, കണക്കെഴുതാൻ ഏടുകൾ ഇവിടെ, കൂട്ടുന്നു പിന്നെ കിഴിക്കുന്നു കൂട്ടലും കിഴിക്കലും. അപ്പോൾ ജീവിതത്തിൻ്റെ നിരർത്ഥകത, നമ്മൾ എന്തിനാണ് ഇങ്ങനെ വളരെ ആഘോഷപൂർവ്വം ആഡംബരപൂർവ്വം ജീവിക്കുന്നത്, അവസാനം അതിനൊക്കെ എന്താണ് അർത്ഥം എന്ന് ചോദിക്കുന്ന ധാരാളം പാട്ടുകൾ ഭാസ്കര മാഷൊക്കെ എഴുതിയിട്ടുണ്ട്. ഇപ്പോൾ ഈ ഏകാന്തതയിൽ ഇരുന്നു കൊണ്ട് മലയാളികൾ ഓർക്കുന്നത് ചിലപ്പോൾ അത്തരത്തിലുള്ള പാട്ടുകളായിരിക്കും. ശരിക്കും ഈ കോണ്ടെക്സ്റ്റ് വേറെ ആണെങ്കിൽ പോലും. അതെ അതെ അതെ. നമുക്കിപ്പോ ഈ ഒരു സാഹചര്യത്തിലാണ് ഏറ്റവും അധികം അല്ലെ റിലേറ്റ് ചെയ്യാൻ സാധിക്കുന്നത്. അതെ. എന്തായാലും നമുക്ക്, എനിക്ക് തോന്നുന്നു നമുക്ക് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോകാം. കനകാംബരനില്ലേ, രാഘവമാഷ മകനാണ്, ഗായകനാണ്. അതെ അതെ അതെ. അദ്ദേഹവും ഒപ്പം തന്നെ VS രമ്യയും നമ്മളോടൊപ്പം ജോയിൻ ചെയ്യുന്നുണ്ട്. അപ്പോൾ കനകാംബരൻ സാറിനോട് ചോദിക്കാനുള്ളത്, ഇപ്പോൾ മലയാളികളെ സംബന്ധിച്ചിടത്തോളം രാഘവൻ മാഷ് എന്ന് പറയുന്ന ഒരു അതുല്യ പ്രതിഭ നൽകിയിട്ടുള്ള ഒരുപാട് പാട്ടുകൾ എനിക്കിപ്പോൾ പെട്ടെന്ന്, അതായത് ഇപ്പോൾ നമ്മുടെ ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്ത എന്ന് പറയുന്നത് 4.25 ലക്ഷത്തോളം പേര് നോർക്ക വഴി കേരളത്തിലേക്ക് വരാൻ പ്രവാസികൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. അടുത്ത ദിവസം തന്നെ, അതായത് വ്യാഴാഴ്ച മുതൽ ദുബായിൽ നിന്നൊക്കെ പ്രവാസികൾ എത്തിത്തുടങ്ങും. അപ്പോൾ രാഘവൻ മാഷിന്റെ ഏറ്റവും സുന്ദരമായ പാട്ടുകളിലൊന്ന് നാളികേരത്തിന്റെ നാട്ടിൽ എനിക്കൊരു നാഴിയിടം കഴി മണ്ണുണ്ട്. എവിടെ പോയാലും നമ്മുടെ മനസ്സിൽ നമ്മുടെ കേരളവും നാരായണക്കിളിക്കൂട് പോലത്തെ വീടിനെ കുറിച്ചൊക്കെ ആത്മകഥാണ്. അതെ അതെ. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ആ ഒരു പാട്ടിനെ കുറിച്ച്, ഇപ്പോൾ അദ്ദേഹത്തിന്റെ പുത്രൻ എന്നുള്ള നിലയിൽ എനിക്ക് തോന്നുന്നു ആ പാട്ടിനെ കുറിച്ചുള്ള ഓർമ്മകൾ പങ്കുവെച്ച് തുടങ്ങാമായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. ഭാസ്കരൻ മാസ്റ്ററും അച്ഛനും കൂടി ചേർന്ന് കഴിഞ്ഞാൽ എന്തും സംഭവിക്കും. അച്ഛൻ തന്നെ പറഞ്ഞതാണ്. ഭാസ്കരൻ എഴുതി കഴിഞ്ഞാൽ ഒന്നാമത് രാഘവൻ മാഷെ എന്ന് വിളിച്ചു തുടങ്ങിയത് ഭാസ്കരൻ മാഷാണ്. തിരിച്ച് അങ്ങോട്ടും ഭാസ്കരൻ മാഷ് എന്ന് വിളിച്ചു തുടങ്ങി. അങ്ങനെ കുറേ മാസ്റ്റർമാർ നമ്മുടെ സംഗീത ലോകത്തുണ്ടായി. പിന്നെ തിരിച്ച് ബഹുമാന പുരസ്സരം എല്ലാവരും സംഗീതജ്ഞന്മാരെയൊക്കെ മാഷേ മാസ്റ്ററെ എന്ന് വിളിച്ചു തുടങ്ങി. അപ്പോൾ അക്കാലത്ത് 54 മുതൽ നീലക്കുയിൽ മുതൽ ഭാസ്കരൻ മാസ്റ്ററും അച്ഛനും തമ്മിൽ വല്ലാത്തൊരു കെമിസ്ട്രി, ആത്മബന്ധം ഉണ്ടായിരുന്നു. അച്ഛൻ എപ്പോഴും പറയുമായിരുന്നു, എന്നെ ഒരു സംഗീത സംവിധായകനാക്കിയത് ഭാസ്കരനാണ്, എനിക്ക് ഒരുപാട് കടപ്പാടുണ്ട് എന്ന് എപ്പോഴും പറയുമായിരുന്നു. അതുകൊണ്ട് തന്നെ
എപ്പോഴും പറയും ഭാസ്കരൻ മാഷ് എഴുതിയ പാട്ട്, ഭാസ്കരൻ എഴുതിയ പാട്ടാകുമ്പോൾ ആ ട്യൂൺ തനി അങ്ങ് വരും, ചെറുതായിട്ട് മൂളിക്കളയും ഭാസ്കരൻ എന്ന് പറയും. അപ്പോൾ അങ്ങനെ ആ മൂളലിൽ നിന്ന്, ആ അദ്ദേഹത്തിൻ്റെ ലളിതമായിട്ടുള്ള ഒരു എഴുത്തിൻ്റെ ആ ശൈലിയിൽ നിന്ന് ആർക്കും, ഏത് മലയാളിക്കും എപ്പോഴും ഓർമ്മയിൽ കൊണ്ട് നടക്കാൻ പറ്റിയ പാട്ടുകളാണെങ്കിൽ വിശേഷിപ്പിക്കാം ഭാസ്കരൻ മാസ്റ്ററുടെ പാട്ടുകൾ. തുടക്കം മുതൽ നീലക്കുയിലിൻ്റെ പാട്ടുകളാണെങ്കിലും അതിന് ശേഷമുള്ള ഏത് പാട്ടുകളാണെങ്കിലും ശരി. അതുകൊണ്ടാണ് ഞാൻ വീണ പറഞ്ഞതിലേക്ക് വരാം. വളരെ രസകരമായിട്ടുള്ള ഒരു രസികൻ പാട്ടുകളുടെ, നർമ്മബോധമുള്ള പാട്ടുകളുടെ ഒരു ട്രെൻഡ് തന്നെ ഇവർ തമ്മിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. നായർ പിടിച്ച ഒരുപാട് നയാ പൈസയില്ല. അത് നേരത്തെ ഇപ്പോൾ രവി പറഞ്ഞതുപോലെ ഇക്കാലത്ത് വളരെ പ്രസക്തമായിട്ടുള്ളൊരു പാട്ടാണ് നയാ പൈസയില്ല കയ്യിലൊരു നയാ പൈസയില്ല മെഹബൂബ്. ഈ പിച്ചിലൊന്നുമല്ല പാടിയത്, ഹൈ പിച്ചിലാണ് പാടിയത്. അപ്പോൾ അത്തരത്തിൽ മധുര 17കാരി, എൻ്റെ മധുര 17കാരി, ഹൃദയത്തറവാടിൻ ഭാഗത്തിനെത്തിയ, ആ തരത്തിലുള്ള വളരെ ലളിതമായിട്ടുള്ള പാട്ടുകൾ. അതുപോലെയാണ് പ്രവാസികൾക്ക് വേണ്ടി എന്ന് തോന്നിപ്പിക്കുന്ന തരത്തിൽ ഇപ്പോൾ നമുക്ക് ഓർക്കാവുന്ന പാട്ട്. നോമ്പും നോറ്റെന്നെ കാത്തിരിക്കും വാഴ കൂമ്പ് പോലുള്ളൊരു പെണ്ണുണ്ട്, ചാമ്പയ്ക്കാ കവിളുള്ള ചാമ്പയ്ക്കാ ചുണ്ടുള്ള ചന്ദന കവിളുള്ള ചാട്ടുളിക്കണ്ണുള്ള പെണ്ണുണ്ട്, നാളികേരത്തിൻ്റെ നാട്ടിലെനിക്കൊരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്, ഒരു നാഴിയിടങ്ങഴി മണ്ണുണ്ട്. അത്തരത്തിലുള്ള ഒരുപാട് പാട്ടുകൾ. അപ്പോൾ ഭാസ്കരൻ മാഷും അച്ഛനും തമ്മിലുള്ള ആ കൂട്ടുകെട്ടിൽ ഒരുപാട് പാട്ടുകൾ പിന്നീടുണ്ടായി. അത് പലതും ഇന്നും നമ്മുടെ ശ്രോതാക്കളും കേട്ടിട്ട് പാട്ടുകാരും പാടിക്കൊണ്ടിരിക്കുന്നു. പല ചാനലുകളിലും ആളുകൾ പഴയ പാട്ടിനെ ഇപ്പോഴും മതിമറന്ന് ആഹ്ലാദത്തോടെ പുലുകിക്കൊണ്ടിരിക്കുന്നു. പാട്ടുകൾ നമ്മളെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു, നമ്മളത് ആസ്വദിക്കുന്നു. അതെ, നമ്മളോടൊപ്പം കോഴിക്കോട് സ്റ്റുഡിയോയിൽ നേരത്തെ രവി പറഞ്ഞതുപോലെ പല പാട്ടുകളും കാലത്തെ അതിജീവിക്കുന്ന പാട്ടുകളാണ്. തീർച്ചയായും കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമ്മളോടൊപ്പം നമുക്ക് നല്ല പാട്ടുകൾ പാടിത്തരാനായിട്ട് തീർച്ചയായും ഒരു ഗായിക കൂടിയുണ്ട്, VS രമ്യ. അപ്പോൾ ഹിന്ദുസ്ഥാനിയിലാണ് ആക്ച്വലി സ്പെഷ്യലൈസ് ചെയ്തേക്കുന്നതെങ്കിൽ എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടും. അപ്പോൾ എനിക്ക് തോന്നുന്നു രാഘവ മാഷിൻ്റെ തന്നെ ഒരു മനോഹരമായ പാട്ട് നമുക്ക് പാടിത്തരാനായിട്ട് തയ്യാറായി ഇരിക്കുകയാണ്. അപ്പോൾ ഏത് പാട്ടാണ് എന്നുള്ളത് എനിക്കറിയില്ല. അപ്പോൾ പാട്ട് നമുക്ക് കേട്ട് തന്നെ ആസ്വദിക്കാം. ഭദ്രദീപം കരിന്തിരി കത്തി ഭഗ്നഭവനമിതിൽ ഇരുളിഴഞ്ഞെത്തി അർദ്ധനാരീശ്വര തിരുമിഴി തുറക്കൂ 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 അർദ്ധനാരീശ്വര തിരുമിഴി തുറക്കൂ വിരഹിണിയെ അനുഗ്രഹിക്കൂ അനുഗ്രഹിക്കൂ. ഒരു നല്ല പ്രാർത്ഥന തന്നെയാണല്ലേ ഈ പാട്ട് ഈ ഒരു സാഹചര്യത്തിൽ. ഡിഫറെന്റ് ആയിട്ടുള്ള പാട്ടാണ് രാഘവമാഷ്. ഭദ്രദീപം കരിന്തിരി കത്തി. താങ്ക് യു സോ മച്ച്. എന്തായാലും ഒരു നല്ല പ്രാർത്ഥന തന്നെയാണ് ഈ ഒരു സാഹചര്യത്തിന് വളരെ ഇണങ്ങുന്ന, അല്ലേ? മിഴി തുറക്കൂ ദൈവമേ എന്ന് പറയുന്നൊരു പാട്ട് തന്നെയാണ്. ഈ പാട്ടിന്റെ ഒരു വിശദാംശങ്ങൾ ഒന്ന് പറഞ്ഞിട്ട് എനിക്ക് നമ്മുടെ അടുത്ത ചോദ്യത്തിലേക്ക്. എനിക്കാണ് മാഷ് ഇപ്പോൾ കനകാബരൻ ഇരിക്കുമ്പോൾ കനകാബരനെ അറിയായിരിക്കും. കാരണം മാഷ് ഈ പാട്ടുകളൊക്കെ മാഷ് പാടി കേൾക്കുമ്പോഴുള്ള ഒരു ഫീൽ ഉണ്ടല്ലോ, നമുക്ക് ഏത് ഗായകൻ പാടി കേട്ടാലും അതുണ്ടാവില്ല. നമുക്കറിയാം ഈ മാഷ് പാടിയ പാട്ടുകൾ പോലും മാഷ് പാടാൻ ഉദ്ദേശിച്ച് പാടിയില്ല. ഇപ്പോൾ കായലരികത്ത് എന്ന പാട്ട്
ഹാജി അബ്ദുൽ ഖാദർ എന്ന് പറഞ്ഞ ഒരു ഗായകനെ കൊണ്ട്, കൊച്ചിയിലെ ഒരു ഭേദപ്പെട്ട ഗായകനാണ്, അദ്ദേഹത്തെ കൊണ്ട് പാടിക്കണം എന്നായിരുന്നു ആഗ്രഹം. അദ്ദേഹം കൊണ്ട് പാടിപ്പിച്ചു. പക്ഷേ ഇദ്ദേഹം പാടിക്കേട്ടപ്പോൾ ഇതിൻ്റെ നിർമ്മാതാവ് പരീക്കുട്ടി സാഹിബിന് ഇഷ്ടാവുന്നില്ല, രാഘവൻ തന്നെ പാടിയാൽ മതി പറഞ്ഞു. അത് വേണ്ട, ശരിയാവില്ല എന്ന് പറഞ്ഞു. പക്ഷെ നിർബന്ധിച്ച് പാടി. അതുപോലെയാണ് ഈ പകലവൻ എന്ന് പറയുമ്പോൾ യേശുദാസിനെ പാടാൻ വേണ്ടി ചെയ്തതാണ്. പക്ഷേ യേശുദാസിനെ ആ സമയത്തില്ല. എന്നാൽ പിന്നെ വേറെ ആരെങ്കിലും പാടിക്കാൻ പറഞ്ഞു, വേണ്ട രാഘവൻ തന്നെ പാടുക. അങ്ങനെ നിർബന്ധിച്ച് പാടിയതാണ്. ഈ അപ്പോഴും പറഞ്ഞില്ല, ഇപ്പോഴത്തെ ജനറേഷന് പോലും ഇഷ്ടപ്പെട്ട അപ്പോഴും പറഞ്ഞില്ലേ പോലും യേശുദാസിനെ കൊണ്ട് പാടിക്കാൻ ഉദ്ദേശിച്ചാണ് പുള്ളി. എനിക്ക് തോന്നുന്നത് ഈ ഹൃദയത്തിൻ രോമാഞ്ചം എന്ന് പറഞ്ഞ പാട്ടുണ്ട്. മാഷ ഏറ്റവും എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും ഉദാത്തമായിട്ടുള്ള ഒരു പാട്ട്, ഹൃദയത്തിൻ രോമാഞ്ചം സ്വരരാഗംഗയായി പകരുന്ന മണിവീണ മൂകമായി. ശുഭപന്തുവരാളി രാഗം ഇത്രയും മനോഹരമായിട്ട് ഒരു കമ്പോസറും ചെയ്തിട്ടുണ്ടാവില്ലേ. ഈ പാട്ട് രാഘവമാഷ് പാടിക്കേട്ടപ്പോൾ അരവിന്ദൻ തന്നെ പറഞ്ഞിട്ടുള്ളതാണ്, ഇത് രാഘവമാഷ് പാടാനുള്ളതെന്ന് പറഞ്ഞു. മാഷ് പറഞ്ഞു, ഞാൻ പാടിയാൽ നിങ്ങളെ സിനിമയ്ക്ക് ഇതുകൊണ്ട് ഗുണം ഉണ്ടാവില്ല, ഇത് യേശുദാസ് പാടട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെയാണ് മാഷ് പാടിയത്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ പാട്ടുകളൊക്കെ ഒരു കമ്പോസർ എന്ന നിലയ്ക്ക് രാഘവമാഷ് പാടിക്കൊടുക്കുന്ന ഒരു ഭാവം ഉണ്ടല്ലോ, അത് ഭയങ്കരമാണ്. അപ്പം അദ്ദേഹം, എനിക്കിപ്പോൾ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുള്ളൊരു കഥയുണ്ട്, പൂർണ്ണേന്ദുമുഖി. ഒരു പുസ്തകത്തിന്റെ പേരും എനിക്ക് വലിയ ഇഷ്ടമുള്ള, എൻ്റെ അമ്മയ്ക്ക് വലിയ ഇഷ്ടമുള്ള പാട്ടാണ് പൂർണ്ണേന്ദുമുഖി. അതുകൊണ്ടാണ് ആ പുസ്തകത്തിന് ആ പേരിട്ട്. അപ്പോൾ ഈ പാട്ട് ഭാസ്കര മാഷ് പാട്ട് എഴുതി കൊടുത്തു വളരെ ക്വിക്കായിട്ട്. കുരുക്ഷേത്രം സിനിമയ്ക്ക് പെട്ടെന്ന് ഇന്ന് തന്നെ റെക്കോർഡ് ചെയ്യണം. അപ്പോൾ വളരെ ക്വിക്കായിട്ട് എഴുതി കൊടുത്തു. മാഷിക്ക് കൊടുത്തു. രാഘവ ഇനി പോയി മാഷ് പോയി കമ്പോസ് ചെയ്യുമെന്ന് പറഞ്ഞു. അപ്പോൾ രാഘവ മാഷ്ക്ക് അതൊരു ഭയങ്കര ചലഞ്ചായി തോന്നി. കാരണം ഇത്രയും എളുപ്പത്തിൽ എഴുതി കൊടുത്ത് അതിലും എളുപ്പത്തിൽ ഞാൻ കമ്പോസ് ചെയ്ത് കാണിച്ചു തരാമെന്ന് പറഞ്ഞു പുള്ളി. എന്നിട്ട് അവിടുന്ന് ആ താമസിക്കുന്ന ഹോട്ടലിൽ നിന്ന് സ്റ്റുഡിയോയിലേക്കുള്ള വഴി ഏകദേശം ഒരു 3/4 മണിക്കൂർ കാറിൽ സഞ്ചരിക്കണം. ഈ കാറിൽ പോകുമ്പോൾ ഈ പാട്ടിന്റെ വരികൾ ഇങ്ങനെ ലെഫ്റ്റ് സൈഡിൽ വെച്ച് ഡാഷ്ബോർഡിൽ കൈകൊണ്ട് താളമിട്ടിട്ടാണ് കമ്പോസ് ചെയ്തത്. ഈ പൂർണ്ണേന്ദുമുഖിയോട് അമ്പലത്തിൽ. അത് കനകാംബരം പാടി നമ്മളെ കേൾപ്പിക്കും വേണമെങ്കിൽ. അതെ അതെ, തീർച്ചയായിട്ടും. എനിക്ക് തോന്നുന്നു കോഴിക്കോട് സ്റ്റുഡിയോയിൽ അദ്ദേഹം ഒരുപാട് പാട്ടുകൾ, ഇപ്പം രാഘവ മാഷിന്റെ ഒരുപാട് പാട്ടുകൾ പാടാൻ തയ്യാറായിട്ടുണ്ട്. അപ്പം നമുക്ക് സ്റ്റുഡിയോയിലേക്ക് ഒന്ന് പോയി ആ പൂർണ്ണേന്ദുമുഖി എന്ന ആ പാട്ടിന്റെ കഥ നമ്മളിപ്പോ കേട്ടു, അറിഞ്ഞു. അപ്പൊ പാട്ട് കൂടി ഒന്ന് കേൾക്കാൻ തോന്നുന്നു. രവി കഥ പറഞ്ഞു തുടങ്ങിയാൽ പിന്നെ തീരില്ല. നേരത്തെ വീണ സൂചിപ്പിച്ചതുപോലെ ഒരു എൻസൈക്ലോപീഡിയയാണ് അത്. മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദിയിലേക്ക് പോയാലും അവിടുത്തെ പാട്ടുകാരെക്കുറിച്ചും പാട്ടെഴുത്തുകാരെക്കുറിച്ചും വാദോരാതെ സംസാരിക്കാനും എഴുതാനുമുള്ള ഒരു പ്രത്യേക ഒരു പ്രാഗൽഭ്യം മാഷ് പലപ്പോഴും എന്നോട് ചോദിക്കും, എനിക്ക് പറ്റില്ല കേട്ടോ രവി. മാഷ് ചോദിക്കാറുണ്ട്, എന്താ ഈ സൂക്ഷ്മത, എന്തിനാ ഈ സൂക്ഷ്മമായി ചോദിക്കും. പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ചു പൂജിച്ച ചന്ദനം ഞാൻ ചോദിച്ചു, കൺമണിയത് കേട്ടു നാണിച്ചു കാൽനഖം കൊണ്ടൊരു വരച്ചു. ഇത് പാടുമ്പോൾ അച്ഛൻ പാടാറുണ്ട്. പാടുമ്പോഴേ അച്ഛൻ ചിരിക്കും, കാൽനഖം കൊണ്ടൊരു വര വരച്ചു. ഭാസ്കരനെ അങ്ങനെ എഴുതുള്ളൂ, ഭാസ്കരനെ അങ്ങനെ എഴുതാൻ പറ്റുള്ളൂ. ആരാധന തീർത്തു നടയടച്ചു, ആൽത്തറ വിളക്കുകൾ കണ്ണടച്ചു, ആളുകളൊഴിഞ്ഞു അമ്പലക്കുളങ്ങരെ അമ്പിളി ഈറൻ തുകിൽ വിരിച്ചു, പൂർണ്ണേന്ദുമുഖിയോടമ്പലത്തിൽ വെച്ചു. അങ്ങനെ പോവുക പാട്ടുകൾ. അതേപോലെ ഒരുപാട് പാട്ടുകൾ കുറച്ചേ പാടിപ്പിച്ചിട്ടുള്ളൂ, എങ്കിലും മനോഹരമായിട്ട് അച്ഛൻ പറയാറുണ്ട്. അച്ഛനെ ഇഷ്ടപ്പെട്ട പാട്ടുകൾ ഏതാണെന്ന് ചോദിച്ചാൽ ചില പാട്ടുകൾ അത് ജയചന്ദ്രൻ എന്ന് ഉറപ്പിച്ചിട്ടേ പറയുള്ളൂ. ജയചന്ദ്രൻ പാടിയാലേ ശരിയാവുള്ളൂ. പിന്നെ ചിലത് ഏത് പാട്ടാണ് ഇഷ്ടം, മാഷ്ക്ക് ഏത് പാട്ടാണ് ഇഷ്ടം മാഷ് ചെയ്ത പാട്ടുകളിൽ എന്ന് ചോദിച്ചാൽ അച്ഛൻ പറയും, അത് എൻ്റെ മക്കളെയൊക്കെ എനിക്ക് എല്ലാവരെയും ഒരുപോലെ ഇഷ്ടമാണ്. ആരെയാണ് കൂടുതൽ ഇഷ്ടം എന്ന് ചോദിച്ചാൽ അങ്ങനെയാണ് ഞാൻ പറയുക. അതുപോലാണ് എൻ്റെ പാട്ടുകളൊക്കെ. പാട്ടുകൾ പൂർണ്ണേന്ദുമുഖി എനിക്ക് ഇഷ്ടമാണ്. അതിൻ്റെ കഥയുണ്ടല്ലോ, നമ്മുടെ രവിമേനോൻ പറയും, രസകരമായിട്ട് അവതരിപ്പിക്കും എന്നും പറയാറുണ്ട്. ഏത് പാട്ടാണ് കൂടുതൽ ഇഷ്ടം? ഒന്ന് പൂർണ്ണേന്ദുമുഖി പറയും,
യേശുദാസ് പാടിയ അല്ലെങ്കിൽ ദാസേട്ടൻ പാടിയ പാട്ടുകൾ ഏതാണ് മാഷ്ക്ക് യേശുദാസ് പാടിയ പാട്ടുകൾ ഏതാണ് അധികം ഇഷ്ടം എന്ന് ചോദിച്ചാൽ പറയുന്നതാണ് ഏറ്റവും ഇഷ്ടം എന്ന് പറയാൻ ദാസ് പാടിയത് ആ മഞ്ജു ഭാഷിണി അസാധ്യ പാട്ട്. ഇത് മനോഹരമായിട്ടാണ് പാടിയിട്ടുള്ളത്. അതേപോലെ ഇനിയൊരു പാട്ട് ഞാൻ ചോദിച്ചാൽ ശ്യാമസുന്ദര പുഷ്പമേ, അതും എനിക്കിഷ്ടമാണ് എന്ന് പറയും. അതാണ് പാട്ടുകളെക്കുറിച്ച്. ഈ രവിയൊക്കെ വന്നു കഴിഞ്ഞാൽ പിന്നെ അച്ഛൻ വാചാലനാവും. പറഞ്ഞു അവശതയൊക്കെ മറന്നിട്ട്. പക്ഷേ മരിക്കുമ്പോഴും അതായത് 99 വയസ്സിലും അച്ഛൻ അവശനായിരുന്നില്ല എന്നുള്ള ഒരു സത്യം അത് മറച്ചു പിടിക്കാൻ പറ്റില്ല, മറയ്ക്കാൻ പറ്റില്ല. അത് ആർക്കും നമുക്കെല്ലാം പാഠമാവേണ്ട ഒരു വലിയ പുസ്തകമാണ് എന്ന് ഞാൻ പറയാറുണ്ട്, ആരാധകരും പറയാറുണ്ട്. മാഷിൻ്റെ ആ ഒരു ഓർമ്മ, മാഷിൻ്റെ ഒരു കേൾവി, മാഷിൻ്റെ ഒരു കാഴ്ച. ഇപ്പോൾ 98ാമത്തെ വയസ്സിലാണ് അച്ഛൻ ബാല്യകാല സഖിക്ക് വേണ്ടിയിട്ട് താമരപ്പൂങ്കാവനത്തിൽ എന്ന് പറയുന്ന പാട്ട് ചെയ്തത്. ഞാൻ പറയുക അതൊരു വേൾഡ് റെക്കോർഡായിരിക്കും. അതെ അതെ, അച്ഛനായതുകൊണ്ടല്ല, രാഘവമാഷെ പറ്റിയാണ് ഞാൻ പറയുന്നത്. ഇപ്പോൾ അതെ, ഹാർമോണിയം എടുത്തു വെച്ചിട്ട് അതിലുള്ള കട്ടകളിലൂടെ വിരലുകൾ ഓടിച്ചിട്ട് ആർക്ക് പറ്റും 98 വയസ്സിൽ വിരലുകൾ ഓടിച്ചിട്ട് ഓർമ്മ വെച്ചിട്ട് നൊട്ടേഷൻസ് എഴുതുക? അതിനൊരു പശ്ചാത്തലം കൂടിയുണ്ട്. യേശുദാസ് ദാസേട്ടൻ മൂകാംബിയിൽ പോയിട്ട് വന്ന സമയത്ത് വരുന്ന വഴിക്കൊന്ന് അച്ഛനെ കാണാൻ തലശ്ശേരിയുള്ള ശരവണം തറവാട്ടിലിറങ്ങി. പോകുന്ന സമയത്ത് ഒരു കാര്യം പറഞ്ഞു, മാഷിൻ്റെ ഒരു പാട്ട് കൂടി എനിക്ക് പാടണമെന്ന് വലിയ ആഗ്രഹമുണ്ട് മാഷെ. അപ്പോൾ അച്ഛൻ പറഞ്ഞു, വേണ്ട ദാസേ, ഞാൻ അതൊക്കെ അങ്ങ് നിർത്തി, ഇത്രയൊക്കെ വയസ്സായില്ലേ. അല്ല മാഷൊരു പാട്ട് ചെയ്യണം, അത് ഞാൻ പാടിയിരിക്കും. മാഷായിട്ട് പണ്ടൊക്കെ ഞാൻ കേട്ട് പഠിച്ചതുപോലെ മാഷിൻ്റെ വായിൽ നിന്ന് കേട്ടിട്ട് എനിക്ക് പാടണം എന്ന് പറഞ്ഞപ്പോഴാണ്, അങ്ങനെയാണ് പിന്നീട് പ്രമോദ് പയ്യനെ ഒരു ബാല്യകാല സഖിക്ക് വേണ്ടി അച്ഛനെ സമീപിച്ച സമയത്ത് ചെയ്യാം, ഈ പാട്ട് ദാസ് പാടും, ദാസിന് വേണ്ടി ഞാനത് ചെയ്യും എന്ന് പറഞ്ഞിട്ടാണ് ബാല്യകാല സഖിക്ക് വേണ്ടിയിട്ട് താമരപ്പൂങ്കാവനത്തിൽ ചെയ്തത്. അതാണ് ഏറ്റവും ഒടുവിലായിട്ട് അച്ഛൻ കമ്പോസ് ചെയ്ത പാട്ട്. സൂപ്പർ ഹിറ്റായി തീരുകയും ചെയ്തു ആ പാട്ട്. പക്ഷേ അത് ചെയ്യുന്ന സമയത്ത് അച്ഛൻ ജീവിച്ചിരിപ്പില്ലായിരുന്നു. അങ്ങനെയാണ് പിന്നെ ആ പാട്ട് കമ്പോസ് ചെയ്യാനുള്ളൊരു അവസരം, അങ്ങനെ ദാസേട്ടനും പാടാനുള്ളൊരു അവസരവും നമുക്ക് കേൾക്കാനുള്ള ഒരു സൗഭാഗ്യവും എന്ന് വേണമെങ്കിൽ പറയാം. 99ാമത്തെ വയസ്സിൽ അത് റെക്കോർഡ് ചെയ്യപ്പെട്ടു. 2-3 തവണ ദാസേട്ടൻ വീട്ടിൽ വന്നു. അതൊക്കെ രസകരമായിട്ടുള്ള സംഭവമാണ്. അദ്ദേഹം ശബ്ദലേഖനം ചെയ്തത് ട്രാക്ക് അയച്ചു കൊടുത്തതിന് ശേഷം അത് പഠിച്ചിട്ട് പോരാതെ വീട്ടിൽ വന്നിട്ട് ഗുരുമുഖത്ത് നിന്ന് പഠിക്കട്ടെ ഞാൻ എന്ന് പറഞ്ഞിട്ട് അവിടെ താഴെ ഇരുന്നിട്ട് അതൊന്നും ഭംഗിവാക്കായിരുന്നില്ല. ഞാൻ പറയാം, അങ്ങനെ എത്ര പേർക്ക് ആ തരത്തിലുള്ള അന്യോന്യം ബഹുമാനവും മനസ്സിൽ സൂക്ഷിക്കാനുള്ള നന്മയും എത്ര നന്മയാറുണ്ട്. അച്ഛനും ഇപ്പോൾ രാഘവ മാസ്റ്ററുടെ പരിപാടി ആയി പോകുമോ എന്ന് എനിക്കറിയില്ല. പക്ഷേ പറയട്ടെ, ആ കാലത്തുള്ള സംഗീത സംവിധായകരും അഭിനേതാക്കളുമൊക്കെ വല്ലാത്തൊരു ആത്മബന്ധം സൂക്ഷിച്ചിരുന്നു. ദേവരാജൻ മാസ്റ്ററുമായിട്ട് അച്ഛന് വല്ലാത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. അർജുനൻ മാസ്റ്ററുമായിട്ട് വല്ലാത്തൊരു സൗഹൃദം ഉണ്ടായിരുന്നു. എല്ലാ ബാബുക്കായിട്ട് വല്ലാത്തൊരു സൗഹൃദമായിരുന്നു. ആ സൗഹൃദം അവർ മരണം വരെ ഓരോരുത്തരും കാത്ത് സൂക്ഷിച്ചിരുന്നു. നമുക്ക് എത്ര പേർക്ക് ആ നന്മ നമ്മുടെ മനസ്സിൽ സൂക്ഷിക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിക്കാറുണ്ട്. ആ ചിട്ട ഈ കാലത്തിന്, ഈ പ്രത്യേക കാലഘട്ടത്തിൽ നമുക്ക് ഓർക്കേണ്ടുന്ന ചില കാര്യങ്ങളത്. എത്ര പേർക്ക് നമുക്ക് അന്യോന്യ സൗഹൃദം കാത്തു സൂക്ഷിക്കാനും വൃത്തിയിലും വെടിപ്പിലും ചിട്ടയോടെയും നമുക്ക് ജീവിക്കാൻ പറ്റും എന്ന് ഓർത്ത്. സാർ, ഞാൻ ഒന്ന് ഇടപെടുകയാണ്. നമ്മളിവിടെ രാഘവ മാഷിന്റെ 98ാമത്തെ വയസ്സിൽ അദ്ദേഹം ഈണം പകർന്ന് സൂപ്പർ ഹിറ്റാക്കിയ പാട്ടിനെ കുറിച്ച് പറഞ്ഞില്ല. ആ പാട്ടൊന്ന് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിക്കൊടുക്കാമോ? ഒന്ന് സമ്മതിക്കുന്നില്ല. കാരണം അവരുടെ അച്ഛനമ്മ മുതിർന്നവർ കാണിച്ചതാണ് നമ്മൾ കണ്ടുപിടിച്ചത്. സാർ, ആ താമരപ്പൂങ്കാവനത്തിൽ ഒന്ന് പാടിത്തരാവോ? ഏത് പാട്ടാണ്? താമരപ്പൂങ്കാവനത്തിൽ 2 വരി. ഏത് പാട്ട്? താമരപ്പൂവാണോ? ഏതാണ്? താമരപ്പൂങ്കാവനത്തിൽ. താമരപ്പൂങ്കാവനത്തില് താമരപ്പൂങ്കാവനത്തില് താമസിക്കുന്നോളെ, പഞ്ചവർണ്ണ പൈങ്കിളിയിൽ പങ്കിറങ്കുള്ളോളെ,
പങ്കിറങ്കുള്ളോളെ പൂനിലാവ് വന്ന് പൂവിതറുന്നുണ്ട്, പൂക്കളിൽ റാണിയായി പൂത്തു നിൽക്കുന്നോളെ, പൂത്തു നിൽക്കുന്നോളെ. എന്ത് രസകരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു, ഫോക്ക് ടച്ചാണ് കൊടുത്തിരിക്കുന്നത്. അന്നൊരു നാളമ്പിളിമാൻ വമ്പനായി വന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്ന് നിന്നു, വന്നു നിന്നെ കണ്ടതോടെ അമ്പരന്നു നിന്നു, കണ്ണുകളാൽ കൽബുകളിൽ കല്ലെറിയുന്നോളേ. അച്ഛൻ ട്യൂൺ ചെയ്തിട്ട് അച്ഛൻ പറഞ്ഞ് സ്റ്റുഡിയോയിലൊന്നും എനിക്ക് എന്നെ വരാൻ നിർബന്ധിക്കരുത്, ഞാൻ അതിൻ്റെ നൊട്ടേഷൻസ് കാര്യങ്ങളൊക്കെ ഒരാളെ ഏൽപ്പിക്കാം, നമ്മുടെ ഡൊമിനിക് ഉണ്ട്, ഡൊമിനിക്കിനെ ഏൽപ്പിച്ചേക്കാം, ബാക്കിയെല്ലാം ഡൊമിനിക്ക് ചെയ്തോളും, ഡൊമിനിക്കിന് അതിൻ്റെ ഓർക്കസ്ട്രേഷൻ എന്താ ചെയ്യേണ്ടതെന്നൊക്കെ ഞാൻ നൊട്ടേഷൻസ് ഒക്കെ കൊടുക്കാം എന്ന് പറഞ്ഞിട്ടാണ് ഇത് ശബ്ദലേഖനം ചെയ്തത്. നമ്മുടെ താമരപ്പൂങ്കാവനത്തിൽ ബാല്യഗാന സഖിയുടെ കഥ പറയാൻ ഏറെയുണ്ട്. ഇനി ബാക്കി വീണയും രവിയും തന്നെ തീർച്ചയായും അതിമനോഹരമായ പ്രണയഗാനം. എനിക്ക് തോന്നുന്നു മലയാളത്തിലെ ഏറ്റവും എവർഗ്രീൻ റൊമാൻറ്റിക് സോങ്സിലൊരു പാട്ട് തന്നെയാണ് അവസാനമായി നമുക്ക് രാഘവ മാഷ് തന്നിട്ട് പോയത്. ഇപ്പം നമ്മളിവിടെ സംസാരിച്ച് വന്നപ്പോൾ ഈ മലയാള സിനിമാ സംഗീതത്തിലെ ഒരു ആദ്യ തലമുറ, ഇപ്പം നമ്മൾ ദേവരാജൻ മാസ്റ്റർ, രാഘവ മാഷ്, അതുപോലെ ബാബുരാജ്, അതുപോലെ ദക്ഷിണാമൂർത്തി സ്വാമികൾ. അപ്പോൾ ആ ഒരു കാലഘട്ടം അത് കഴിഞ്ഞപ്പോൾ ഒരു ആധുനിക കാലഘട്ടത്തിലേക്ക് വരെ നമ്മൾ എത്തി നിൽക്കാനുള്ള കാലഘട്ടങ്ങളിലൂടെ സഞ്ചരിച്ച മലയാള സിനിമാ സംഗീത ശാഖയെ എങ്ങനെയായിരിക്കും രവി മേനോൻ നോക്കി കാണുന്നത്? അല്ല, ഓരോ കാലത്തിനനുസരിച്ചിട്ടുള്ള പാട്ടുകളാണ്, നമുക്ക് ഒരിക്കലും കമ്പയർ ചെയ്യാൻ പറ്റില്ല. സത്യനാണോ അല്ലെങ്കിൽ ഫഹദ് ഫാസിലാണോ നല്ല നടൻ എന്നൊക്കെ ചോദിക്കുന്ന പോലെ വളരെ അർത്ഥശൂന്യമായിട്ടുള്ള കാര്യമാണ് അത്. ആ കാലഘട്ടം, അന്നത്തെ സാങ്കേതികത, അന്നത്തെ ആസ്വാദന ശൈലികൾ എല്ലാം വ്യത്യസ്തമാണ്. പക്ഷെ ഒരു കാര്യം എനിക്ക് എപ്പോഴും വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയത്, ഇപ്പോൾ കനകാംബരം പറഞ്ഞത്, അന്നത്തെ കാലത്തെ മ്യൂസിക് ഡയറക്ടേഴ്സ് അവർ പരസ്പരം പങ്കുവച്ചിരുന്നൊരു സ്നേഹമുണ്ട്. ഇപ്പോൾ രാഘവ മാഷ് എപ്പോഴും പറയാറുണ്ട്, ദേവരാജൻ ഈ നീലക്കുയിലിലെ പാട്ടുകൾ ടെലിവിഷനിൽ വരുമ്പോൾ ഉടനെ വിളിക്കും, അല്ല മാഷെ എന്ത് ഭംഗിയായിട്ടാണ് മാഷ് ചെയ്തിരിക്കുന്നത്, എല്ലാവരും ചൊല്ലണ് എന്ന പാട്ട് എന്നൊക്കെ പറയുമ്പോൾ. അതുപോലെ രാഘവ മാഷിൻ്റെ ഒരു വലിയ സ്വീകരണം തലശ്ശേരി ഉണ്ടായപ്പോൾ അതിന് മുഖ്യാതിഥിയായിട്ട് വന്നത് ദേവരാജ മാഷാണ്. രണ്ടുപേരും ഒരുമിച്ച് ഒരു ജീപ്പിൽ, തുറന്ന ജീപ്പിൽ ONV സാറും കൂടി പോയത്. അങ്ങനെയൊക്കെ നമുക്ക് ഇന്നത്തെ കാലത്ത് സങ്കല്പിക്കാം. അതുമാതിരി പുകഴേന്തി അദ്ദേഹം പറഞ്ഞു, വളരെ ഞാൻ അദ്ദേഹത്തെ 1-2 തവണയെ കണ്ടിട്ടുള്ളൂ. അദ്ദേഹം പറഞ്ഞു അദ്ദേഹത്തിൻ്റെ എല്ലാ പാട്ടുകളും ദേവരാജൻ മാഷയുടെ ഹരിവരാസനം എന്ന ആ പാട്ടിന് വേണ്ടി ഞാൻ കൈമാറാം. അത്രയും എനിക്ക്, കാരണം ഒരു ഈശ്വര ഭക്തനല്ലാത്ത ഒരു വ്യക്തി എങ്ങനെയാണ് ഇതുപോലൊരു പാട്ട് ചിട്ടപ്പെടുത്തിയത്? അപ്പോൾ അവർ തമ്മിലുള്ള ഒരു പരസ്പര ബഹുമാനം, പരസ്പര സ്നേഹം, അതൊക്കെ ഇന്നത്തെ കാലത്തുണ്ടോയെന്ന് എനിക്കറിയില്ല, പക്ഷെ അന്ന് ഉണ്ടായിരുന്നു എന്തായാലും. അപ്പോൾ അത് ആ കാലത്തിൻ്റെ വ്യത്യാസമാണ്. ഇപ്പോൾ അത് കഴിഞ്ഞിട്ട് ദേവരാജൻ മാഷ്, രാഘവ മാഷുമാർ തന്നെ കുറച്ച് കഴിഞ്ഞ ഈ രാഘവ മാഷ് ശരിക്കും പറഞ്ഞാൽ നീലക്കുയിലൂടെ മലയാളിക്ക് മൗലികതയാർന്ന ഒരു സംഗീതം നൽകി മലയാളികൾക്ക്. അപ്പോൾ അതൊരു അത്ഭുതമാണ്. കാരണം അന്ന് നമുക്ക് ഇന്നത്തെ പോലെ കേൾക്കാനുള്ള സംവിധാനമല്ല. റേഡിയോ എന്ന് പറയുന്നതിന് ഒരു ലക്ഷറിയാണ്. മറ്റ് ഗ്രാംഫോൺ റെക്കോർഡൊക്കെ വാങ്ങണമെങ്കിൽ നല്ല പൈസ മുടക്കണം. അപ്പോൾ മാഷ് പറയും, മാഷ് ആകപ്പാടെ കേട്ടിട്ടുള്ളത് ഈ പുള്ളുവൻ പാട്ട്, തോറ്റം പാട്ട്, മാപ്പിളപ്പാട്ട്, അല്ലെങ്കിൽ നോർത്ത് ഇന്ത്യയിൽ നിന്ന് വരുന്ന ചില കവാലി സിംഗേഴ്സ് ഉണ്ട്, ഖാദർ ഭാഷ എന്നൊക്കെ പറഞ്ഞിട്ട്. അങ്ങനെ അവർ കല്യാണ വീടുകളിലൊക്കെ, വലിയ പൈസക്കാരുടെ വീടുകളിലൊക്കെ ഈ കവാലി നടത്തും. അപ്പോൾ അത് ദൂരെ പോയി ഗേറ്റിൻ്റെ അവിടെ നിന്ന് പോയി കേൾക്കും. ഇങ്ങനെ അങ്ങനെ കാതിൽ വന്നു വീഴുന്ന ഈ സംഗീത ശകലങ്ങളിൽ നിന്നാണ് ഒരു 8-9 സൂപ്പർ ഹിറ്റ് പാട്ടുകൾ, ഏതാണ്ട് 60 വർഷം കഴിഞ്ഞു, അത് 60-65 വർഷം കഴിഞ്ഞിട്ട് ഇപ്പോഴും മലയാളികൾ ഇപ്പോഴും മനസ്സിൽ കൊണ്ടു കിടക്കുന്ന നീലക്കുയിലിലെ പാട്ടുകൾ ഉണ്ടാക്കിയത്. ഒരു ശൂന്യത എന്നാണ്. ഇന്നിപ്പോൾ ഒരു കമ്പോസർക്ക് യൂട്യൂബിൽ നിന്ന് ഒരു പാട്ട് നോക്കാം, അല്ലെങ്കിൽ എവിടെ നിന്നും കേട്ട ഒരു ട്യൂൺ വെച്ചിട്ട് ചെയ്യാം, നമുക്ക് ഇൻസ്പയർഡ് ആയിട്ട് ചെയ്യാം. ധാരാളം പാട്ട്, ലോകം മുഴുവനുള്ള സംഗീതം നമ്മുടെ കാതുകളിലേക്ക് വരുന്നുണ്ട്. പക്ഷേ അദ്ദേഹം ആ ശൂന്യതയിൽ നിന്നാണ് ഉണ്ടാക്കിയെന്ന് ഓർക്കുമ്പോൾ അത്ഭുതമല്ലേ? അതുപോലെ ദേവരാജൻ മാസ്റ്റർ, അതിന് കുറച്ച് മുമ്പാണ് നാടക ഗാനങ്ങൾ അദ്ദേഹം ചെയ്യുന്നത്. അപ്പോൾ ശൂന്യതയിൽ നിന്നുണ്ടാക്കിയ ഈ പാട്ടുകൾ ഇപ്പോഴും ഫ്രഷ് ആയിട്ട് നിൽക്കുന്നു എന്നുള്ളതാണ് എൻ്റെ അത്ഭുതം. കോഴിക്കോട് സ്റ്റുഡിയോയിൽ നമ്മുടെ പ്രിയപ്പെട്ട ഗായിക BS രമ്യ നമ്മെ കാത്തിരിക്കുകയാണ്. അപ്പോൾ രമ്യ വളരെ മനോഹരമായി പാട്ടുകൾ പാടുന്ന ഒരു അതുല്യ പ്രതിഭയാണ്. കുറച്ച് സമയമായിട്ട് രമ്യയുടെ ആ സുന്ദരമായ ഒരു പാട്ടിനായിട്ട് നമ്മുടെ പ്രേക്ഷകരെല്ലാവരും കാത്തിരിക്കുന്നു. അപ്പോൾ ഏത് പാട്ടാണ് പാടാൻ പോകുന്നതെന്നുള്ളത് എനിക്ക് അറിയില്ല, പക്ഷേ തീർച്ചയായും മനോഹരമായൊരു പാട്ട് നമുക്ക് രമ്യ സമ്മാനിക്കുന്നതാണ്. ആ പാട്ട് നമുക്ക് ആസ്വദിക്കാം.
ഓക്കെ. എല്ലാരും ചൊല്ലണ് കല്ലാണ് നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. ഞാനൊന്നു തൊട്ടപ്പോ നീലക്കരിമ്പിൻ്റെ തൊണ്ടാണ് കണ്ടതയ്യ, ചക്കര തൊണ്ടാണ് കണ്ടതയ്യ. എല്ലാരും ചൊല്ലണ് എല്ലാരും ചൊല്ലണ് കല്ലാണി നെഞ്ചിലെന്ന്, കരിങ്കല്ലാണ് കരിങ്കല്ലാണ് നെഞ്ചിലെന്ന്. അതിമനോഹരമായ അല്ലേ, സൂപ്പർ ഹിറ്റ് ആയിട്ടുള്ള ഒരു സോങ്. അപ്പോൾ രമ്യ പാട്ട് പാടിയാൽ മാത്രം പോരാ, കുറച്ച് വിശേഷങ്ങൾ കൂടി ഞങ്ങൾക്ക് ചോദിക്കാനുണ്ട്. അതായത് രമ്യയെക്കുറിച്ച് കൂടുതൽ മനസ്സിലാക്കുമ്പോൾ അധ്യാപികയായിരുന്ന ഒരാളാണ്, പക്ഷേ അല്ലേ പഠിച്ചത് എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ BCom MCom അങ്ങനെയായിരുന്നു പഠിച്ചതെന്ന് മനസ്സിലാക്കുന്നു. അതിനുശേഷം അധ്യാപികയായിരുന്നു. പിന്നീട് ഫുൾ ടൈം സംഗീതത്തിന് ഡെഡിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ ഭാഗമായി ആ ജോലിയൊക്കെ രാജിവെച്ച് ഇപ്പോൾ ഫുള്ളി സംഗീതത്തിൽ തന്നെ കോൺസെൻട്രേറ്റ് ചെയ്യുകയാണല്ലോ. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സംഗീത ലോകത്തെ ഒരു പാട്ടിന്റെ ഒരു പ്രൊഫഷനെ എങ്ങനെ ആസ്വദിക്കുന്നു, പ്രത്യേകിച്ച് പഴയകാല ഗാനങ്ങൾ അതിമനോഹരമായി പാടുന്ന ഒരു ഗായിക എന്നുള്ള നിലയിൽ? ഞാൻ പ്രാദേശിക തലത്തിൽ ഒരുപാട് കോമ്പറ്റീഷൻസിൽ ഇങ്ങനെ പങ്കെടുത്തിട്ടുണ്ട്. രാഘവൻ സാറിൻ്റെ, വയലാർ സാറിൻ്റെ ട്രിബ്യൂട്ട്സ് അങ്ങനത്തെ. അപ്പോൾ അതിലൊക്കെ എനിക്ക് സമ്മാനങ്ങളും ഗോൾഡ് മെഡലും ഒക്കെ കിട്ടിയിട്ട് അങ്ങനെ ഒരു നമുക്ക് എൻ്റെ അച്ഛനും അമ്മയും നമ്മുടെ ഒരു എന്താണ് നമ്മൾക്ക് തന്നിട്ടുള്ള ആ ഒരു കൾച്ചർ എന്ന് പറയുന്നത് പഴയ പാട്ടുകളോടുള്ള സ്നേഹം എപ്പോഴും പുലർത്തി കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ആ ഒരു ഇത് തന്നെയാണ്. അപ്പോൾ അങ്ങനത്തെ പാട്ടുകളോട് പണ്ട് മുതലേ എനിക്ക് താല്പര്യമായിരുന്നു. പിന്നെ ഞാൻ സെൻറ്റ് ജോസഫ് ദേവഗിരി കോളേജിലായിരുന്നു കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് ലെക്ചറായിട്ട് വർക്ക് ചെയ്തത്. പിന്നെ അവിടുന്ന് വോയിസിന് വല്ലാതെ സ്ട്രെയിൻ എനിക്ക് ജാസ്തി വരുന്നതുകൊണ്ട് അത് ഫുള്ളി ഞാൻ ഒഴിവാക്കി ഇപ്പം ഫുൾ ടൈം സംഗീതത്തിലേക്കാണ് വന്നിരിക്കുന്നത്. അപ്പോൾ രാഘവൻ സാറിനെ പോലെയുള്ള അതുല്യരായ പ്രതിഭകളുടെ പാട്ടുകൾ ഈ ഒരു വേദിയിലിരുന്ന് പാടാൻ പറ്റുക എന്ന് പറയുന്നത് വളരെ ലക്കിയായിട്ട് ഞാൻ കാണുന്നു. എന്തായാലും ഒരുപാട് പാട്ടുകൾ രാഘവൻ സാറിൻ്റെ ട്രിബ്യൂട്ട്സിൽ നടത്തിയ, എനിക്ക് പ്രാദേശിക തലത്തിൽ നടത്തിയ കോമ്പറ്റീഷൻസിൽ ഗോൾഡ് മെഡലൊക്കെ കിട്ടിയിട്ടുണ്ട്. പണ്ട് ആ ഓർമ്മകളൊക്കെ ഞാനിവിടെ ഇപ്പോൾ പങ്കുവയ്ക്കുകയാണ് ഈ സമയത്ത്. ഈ കോഴിക്കോടിന്റെ ഒരു പ്രത്യേകത, ഇപ്പം മാനാഞ്ചിറ പോലുള്ള സ്ഥലം ഒരുപാട് സാംസ്കാരിക പ്രവർത്തനങ്ങൾ നടക്കുന്ന ഒരു സ്ഥലമാണല്ലോ കോഴിക്കോട്. അപ്പോൾ തീർച്ചയായും ബാബുക്ക, അതുപോലെ രാഘവ മാഷ്, ഗസൽ, പ്രത്യേകിച്ച് ഒരു ഹിന്ദുസ്ഥാനി ഗായിക എന്നുള്ള നിലയിൽ കൂടി ഇപ്പൊ രാഘവ മാഷിന്റെ ഒക്കെ ഒരുപാട് പാട്ടുകളിൽ ബാബുക്കയുടെ നല്ല ഗസൽസ് ഉണ്ട്. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു 2 വരി ഗസൽ ഛായയുള്ള പാട്ടോ ഏതെങ്കിലും ഒരു 2 വരി നമുക്ക് പാടിത്തരാമോ? ഓ ഷുവർ. ബാബുരാജ് മാഷിന്റെ യമൻ രാഗത്തിലുള്ള തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. തളിരിട്ട കിനാക്കൾ തൻ താമരമാല വാങ്ങാൻ വിളിച്ചിട്ടും വരുന്നില്ല വിരുന്നുകാരൻ, നിന്റെ വിരുന്നുകാരൻ. ബ്യൂട്ടിഫുൾ ബ്യൂട്ടിഫുൾ. താങ്ക് യു രമ്യ. ഞാൻ വീണ്ടും ഒന്ന് തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് വരികയാണ് സാർ. ഇപ്പോൾ ഈ പാട്ട് കേട്ടതിൻ്റെ ആ ഒരു ഇതിൽ ഞാൻ ചോദിക്കുകയാണ്, അതായത് ഈ പാട്ടിന് മനുഷ്യ മനസ്സിനെ വല്ലാതെ സ്വാധീനിക്കാനുള്ള, അതായത് പലരും പറഞ്ഞു കേട്ടിട്ടുണ്ട് ഇപ്പോൾ ജീവിതത്തിൽ ഇങ്ങനെ പ്രതീക്ഷയൊക്കെ അറ്റ നിൽക്കുന്ന ഒരു സമയത്ത് ചിലപ്പോൾ കേൾക്കുന്ന ഒരു പാട്ടായിരിക്കാം നമുക്ക് വീണ്ടും സ്വപ്നങ്ങൾ തരുന്നത്. അതുപോലെ പ്രണയ നൈരാശ്യം ഒരു അല്പം ഇങ്ങനെ ഇതായി നിൽക്കുമ്പോഴായിരിക്കും വളരെ പ്രണയം നഷ്ടപ്പെട്ട ഒരു പാട്ട് കേൾക്കുമ്പോൾ നമ്മൾ വീണ്ടും അപ്പോൾ കൂടുതൽ പ്രതീക്ഷകളിലേക്ക് എത്തിക്കാനും സംഗീതത്തിന്
സാധിക്കും. അപ്പൊ എങ്ങനെയാണ് ഈ മനുഷ്യ മനസ്സിനെ സ്വാധീനിക്കുന്നത് സംഗീതം? അത് വലിയ അത്ഭുതമാണ്. കാരണം ഞാൻ എപ്പോഴും ആലോചിക്കാറുണ്ട്, ഇത്രയൊക്കെ സീരിയസ് ആയിട്ട് ആളുകൾ സിനിമാ പാട്ടിനെ കാണുമെന്ന്. സിനിമാ പാട്ടിനെ പറ്റി എഴുതുക എന്ന് കേൾക്കുമ്പോൾ തന്നെ ആളുകൾ ആദ്യം ചോദിക്കുമായിരുന്നു, ഇത്ര വലിയ സംഭവമാണ് സിനിമാ പാട്ട് എന്നൊക്കെ പറയും. പക്ഷെ യഥാർത്ഥത്തിൽ ഏത് കാവ്യശാഖയെക്കാളും സാധാരണക്കാരൻ്റെ മനുഷ്യനെ ഇതാണ് സ്വാധീനിക്കുന്നത്. കാരണം എനിക്ക് എഴുത്തിൽ തന്നെ വളരെ വിചിത്രമായിട്ടുള്ള അനുഭവങ്ങൾ ഒന്ന് ഉണ്ടായിട്ടുള്ളത്, ഞാൻ ഈ ചെമ്പകത്തൈകൾ പൂത്ത എന്ന് പറയുന്ന അർജുന മാഷിൻ്റെ ഏറ്റവും ഒരു ക്ലാസിക് ഗസൽ ടൈപ്പ് പാട്ടാണത്. ആ പാട്ട് നമ്മൾ പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് ഓർക്കേണ്ട അതെ അതെ പിന്നെ അർജുന മാഷ് അടുത്ത കാലത്ത്, അപ്പോൾ അദ്ദേഹം അത് കമ്പോസ് ചെയ്ത്, അപ്പോൾ അതിനെക്കുറിച്ച് ഞാനൊരു സംഭവം എഴുതിയിരുന്നു, അതിൻ്റെ പിക്ചറൈസേഷൻ, അതിൻ്റെ കമ്പോസിങ്, പിന്നെ അതിൻ്റെ സൃഷ്ടിയെ പറ്റിയിട്ട്. അപ്പോൾ എനിക്കൊരു ഫോൺ കോൾ വന്നു. കൊച്ചി ആ ഭാഗത്തുനിന്ന് ആരുമാണ് വിളിച്ചത്, ഒരു ഭാര്യയും ഭർത്താവും. അപ്പോൾ പറഞ്ഞു, സാറ് ഇങ്ങനെ ഈ പാട്ടിനെ പറ്റി എഴുതിയപ്പോൾ ഞങ്ങളെയും കൂടി പരാമർശിക്കണമായിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ എന്താ നിങ്ങളെന്താ സംഭവം, അതിലെന്തെങ്കിലും അങ്ങനെ എന്തെങ്കിലും അഭിനയിക്കുക അങ്ങനെ? അല്ല, അതൊന്നുമല്ല. ഞങ്ങൾ രണ്ടുപേരും ഈ സിനിമ ഷൂട്ട് ചെയ്യുന്ന സമയത്ത് ഞങ്ങൾ ചെറുപ്പക്കാരാണ്, പഠിച്ച് കുറച്ച് കാലം ജോലി കിട്ടിയിട്ടേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ 2 സ്ഥലങ്ങളിൽ നിന്നിട്ട് ഈ ഷൂട്ടിംഗ് കാണാൻ, ഇത് കൊച്ചിയിൽ വെച്ചിട്ടാണ് ഷൂട്ടിങ്. അപ്പോൾ അവിടെ ഷൂട്ടിംഗ് കാണാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വന്നു. 2 സ്ഥലത്തു നിന്നാണ് വരുന്നത്, ഇവർ പരസ്പര ബന്ധമൊന്നുമില്ല. രണ്ടുപേരും കമലഹാസൻ്റെ ഫാൻസാണ്. അപ്പോൾ ഈ ഷൂട്ടിംഗ് സ്ഥലത്ത് വെച്ചിട്ട് ഇവർ യാദൃശ്ചികമായിട്ട് പരിചയപ്പെടുന്നു. ആ പരിചയം ഒരു പ്രണയമായിട്ട് വളരുന്നു. ഈ കോമൺ ത്രെഡ് എന്ന് പറയുന്നത് കമലഹാസനാണ്. ഈ ഷൂട്ടിംഗ് കാണുന്നു. ആ ഷൂട്ടിംഗ് അസാധ്യമായിട്ടുള്ള, എനിക്ക് തോന്നുന്നത് ആ പിക്ചറൈസേഷൻ മലയാളത്തിൽ ഇത്രയും ഇഴുകിച്ചേർന്ന് അഭിനയിച്ചിട്ടുള്ള പ്രണയരംഗം ഉണ്ടോയെന്ന് അറിയില്ല, അത്രയും മനോഹരമായിട്ട് പ്രണയം അഭിനയിച്ചിട്ടുള്ളത്. അപ്പോൾ അങ്ങനെ അവിടെ വെച്ച് കണ്ടുമുട്ടി കല്യാണം കഴിച്ചു. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അപ്പോൾ ഈ ലേഖനം വായിച്ചപ്പോൾ നൊസ്റ്റാൾജിക്കായിട്ട് എന്നെ വിളിച്ചതാണ്. അപ്പോൾ ഞാൻ ഈ കഥ പിന്നീട് കമലഹാസനോട് തന്നെ പറഞ്ഞു, ഇതിനെപ്പറ്റി എഴുതുമ്പോൾ കമലഹാസൻ പറഞ്ഞു, അതിൽ അത്ഭുതമില്ല, കാരണം ഞങ്ങളും പ്രണയത്തിലായിരുന്നു എന്ന്. അതായത് വിധുബാലയും കമലഹാസനുമാണ് ആ സീനിൽ അഭിനയിക്കുന്നത്. അപ്പോൾ അത്ഭുതം തോന്നി. അപ്പോൾ പുള്ളി അത് വിശദീകരിച്ചു, ഞങ്ങൾ പരസ്പരമല്ല, രണ്ടുപേരും പ്രണയത്തില്ല. കാരണം കമലഹാസൻ അതെ അതേ വാണി ഗണപതിയായിട്ട് വിവാഹത്തിന്റെ അടുത്തെത്തി നിൽക്കുകയാണ്. ഒരാഴ്ച കഴിഞ്ഞ വിവാഹമാണ്. വിധുബാലയാകട്ടെ അന്ന് വൈകുന്നേരമാണ് വിധുബാലയോട് മുരളി അവരുടെ പ്രണയത്തിനൊടുവിൽ പ്രൊപ്പോസ് ചെയ്യുന്നത്, അവരുടെ വേറൊരു പ്രണയം. അപ്പോൾ രണ്ടുപേരും പ്രണയം മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് അഭിനയിച്ച പാട്ടായതുകൊണ്ടായിരിക്കണം ഇത്രയും മനോഹരമായിട്ടുള്ളത് എന്ന് അവർ പറഞ്ഞു. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ എന്തുകൊണ്ട് ഇതിനൊരു ഉത്തരാണ്. ഒരാൾ എനിക്ക് തോന്നുന്ന ഒരു പത്തനംതിട്ടയിലൊരു അഭിഭാഷകൻ, അത് ജയചന്ദ്രൻ പറഞ്ഞൊരു കഥയാണ്. അദ്ദേഹം വലിയ സംഗീതപ്രേമിയാണ്. അദ്ദേഹം മരിക്കുന്നതിന് മുമ്പ്, കുറച്ചു കാലം മുമ്പ് അദ്ദേഹത്തിൻ്റെ മരണപത്രത്തിൽ ഒരു കാര്യം എഴുതി ചേർത്തിരുന്നു. അതായത് എൻ്റെ വിലാപയാത്ര, അന്ത്യയാത്രയെ അനുഗമിക്കുന്ന ഒരു പാട്ടായിരിക്കണം, ഒന്നിനി ശ്രുതി താഴ്ത്തി പാടുക പൊങ്കി. ഈ പാട്ട് വെച്ചുകൊണ്ടിരിക്കണം, വളരെ സോഫ്റ്റായിട്ട് ഇതിൻ്റെ പശ്ചാത്തലത്തിൽ കേട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് എൻ്റെ മരണം പോലും ഞാൻ മരിച്ച ശേഷം പോലും ഈ പാട്ട് കേട്ടിട്ടായിരിക്കണം ഞാൻ ഈ ലോകം വിടുന്നതെന്ന്. അതുപോലെ തന്നെ അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ആ പാട്ട് വെച്ചിട്ടാണ്. അപ്പോൾ ഇത് ജയചന്ദ്രനെ വിളിച്ചിട്ട് അവർ പറഞ്ഞപ്പോൾ അദ്ദേഹം വളരെ വികാരാധീനായി. കാരണം നമ്മളൊരു പാട്ട് റെക്കോർഡ് ചെയ്യുമ്പോഴൊന്നും അങ്ങനെ വലിയ വലിയ ആശകളൊന്നും നന്നായി പെർഫെക്റ്റായിട്ട് ചെയ്യണം. പക്ഷെ എത്രയോ വിദൂരതയിൽ എത്രയോ അജ്ഞാതരായിട്ടുള്ള മനുഷ്യരെ ഈ പാട്ടുകൾ സ്പർശിക്കുന്നു എന്നുള്ളതാണ്, അല്ലേ? അതുകൊണ്ടായിരിക്കണം ഈ കാലഘട്ടത്തിൽ പോലും ആളുകൾ ഈ സിനിമാ പാട്ടുകളാണ്, അല്ലാതെ ക്ലാസിക്കൽ മ്യൂസിക്കോ അല്ലെങ്കിൽ വലിയ വലിയ കവിതകളോ ഒന്നും അല്ല ചെയ്യുന്നത്. സാധാരണ സിനിമാ പാട്ടുകൾ അവർക്ക് കഴിയുന്ന രീതിയിൽ പാടിയിട്ട് ജനങ്ങളെ കേൾപ്പിക്കുന്നു. അതിൽ അവരുടെ ഹൃദയമുണ്ട്, അവരുടെ മനസ്സുണ്ട്. തീർച്ചയായിട്ടും സിനിമാ പാട്ടുകൾക്ക് വിലയുണ്ട് എന്ന് തന്നെയാണ് എൻ്റെ അഭിപ്രായം. സാധാരണക്കാർക്ക് ഏറ്റവും പെട്ടെന്ന് മനസ്സിലാക്കാവുന്ന, അല്ലെങ്കിൽ അവന്റെ വികാരങ്ങളുമായിട്ട് അവനെ ചേർത്ത് കൊണ്ടുപോകാൻ പറ്റുന്നത് ചിലപ്പോൾ സിനിമാ പാട്ടുകളായതുകൊണ്ടായിരിക്കും. ഈ കഥ പറഞ്ഞപ്പോഴാണ് എനിക്ക് ഒരു കാര്യം ഓർമ്മ വന്നത്. ഈ ഒരു ലോക്ക്ഡൌൺ പീരീഡിൽ രവി മേനൻ്റെതായിട്ട് ഫേസ്ബുക്കിലെ എഴുത്തുകൾ വളരെയധികം ശ്രദ്ധേയമായിട്ടുണ്ടല്ലോ. അപ്പോൾ ജാനകി അമ്മയെ കുറിച്ചുള്ള ഓർമ്മ, ജാനകി അമ്മ വരച്ചിട്ടുള്ള പടമൊക്കെ ഫേസ്ബുക്കിൽ ഷെയർ ചെയ്തു. അതുപോലെ അർജുനൻ മാഷിന്റെ കാര്യം. അപ്പോൾ അത്തരം എഴുത്തുകളിലേക്ക് ഈ ഒരു കാലത്തേക്ക് വരാൻ, അത് മാതൃഭൂമി ഓൺലൈനിന് വേണ്ടിയിട്ടാണ് ഞാൻ എഴുതുന്നത്, അത് ഫേസ്ബുക്കിൽ ഷെയർ ചെയ്യും. അപ്പോൾ ഈ കോവിഡ് തുടങ്ങിയ മുതൽ പലരും ഇങ്ങനെ ചോദിച്ചു, നിങ്ങൾ എന്തായാലും ഞങ്ങളൊക്കെ വീട്ടിലിരിക്കുകയാണ്, വേറെ ചിന്തകളൊന്നുമില്ല, അപ്പോൾ പാട്ടിനെ കുറിച്ച് വായിക്കണം, ആ പാട്ട് വായിച്ചിട്ട് ആ പാട്ട് കേൾക്കാനുള്ള ഒരു താല്പര്യമുണ്ട്. അപ്പോൾ ഞാൻ ദിവസവും എഴുതിക്കൊണ്ടിരിക്കുകയാണ് ഈ പാട്ടുകളെ കുറിച്ച്, പല പല പാട്ടുകളെ കുറിച്ച് എഴുതി. ഇപ്പോൾ ജാനകിയമ്മയുടെ ചില പാട്ടുകൾ, അവരുടെ ജാനകിയമ്മയ്ക്കൊരു വയ്യാതെ അല്ലെ, ഹോസ്പിറ്റലൈസ്ഡ് ആയ സമയത്ത് അവർ ഹോസ്പിറ്റലിലേക്ക് പെട്ടെന്ന് ശ്വാസം മുട്ടൽ അധികമായിട്ട് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാൻ വേറെ ആരും, അന്ന് എന്തോ ഒരു ഹർത്താലോ മറ്റോ ആണ്. പെട്ടെന്നൊരു ടാക്സി ഡ്രൈവർ വന്നു, എന്തോ ഒരു ദൈവദൂതൻ്റെ പോലെ ഈ
ഭയങ്കര ക്വിക്ക് ഏറ്റവും സ്പീഡിൽ അവർ ഹോസ്പിറ്റലിലെത്തി, അതുകൊണ്ടാണ് രക്ഷപ്പെട്ടതെന്ന്. അപ്പോൾ ആരാന്നൊന്നും ചോദിച്ചിട്ടില്ല, ഇതാരാ ഡ്രൈവറൊന്നും അറിയില്ല, കാരണം അർദ്ധബോധാവസ്ഥയിലായിരുന്നു. പിന്നെ ഹോസ്പിറ്റലിൽ നിന്ന് വിട്ട ശേഷം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ ഈ ഡ്രൈവർ വന്നു, ഒരു മലയാളിയാണ്. അപ്പോൾ അയാൾ പറഞ്ഞു, അമ്മ ഞാനാണ്. അപ്പോൾ എവിടെയാണ്? അപ്പോൾ എവിടെയാണെന്നും അറിയണ്ട അമ്മ, ഞാൻ അമ്മയുടെ പാട്ടുകളുടെ വലിയ ആരാധകനാണ്, എൻ്റെ എൻ്റെ കുട്ടിക്കാലം മുതൽ ഞാൻ കേൾക്കണ. അപ്പോൾ എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം എന്ന് പറഞ്ഞാൽ അമ്മയെ എങ്ങനെയെങ്കിലും ഹോസ്പിറ്റലിൽ എത്തിക്കുക എന്നുള്ളതാണ് എന്ന് പറഞ്ഞാൽ അദ്ദേഹം നടന്നു പോയിരുന്നു. അത് അപ്പോൾ അവർക്ക് മലയാളികളോടുള്ള ഒരു സ്നേഹം കൂടി അവരത് പങ്കുവച്ചിട്ടുണ്ട്. അതുപോലെ ദാസേട്ടൻ ആദ്യമായിട്ട് പാടാൻ ചെല്ലുന്ന ഒരു സാഹചര്യം, ഒരു വോയിസ് ടെസ്റ്റിന് ചെല്ലുന്ന ആ ഒരു കഥയും ഷെയർ ചെയ്തിരുന്നു. ഉദയഭാനു ചേട്ടനാണ് ഉദയഭാനു നിന്റെ സമയം കഴിഞ്ഞു എന്ന് ഉദയഭാനു സ്വയം പറഞ്ഞു. അതൊക്കെ വലിയ, കാരണം ഉദയഭാനു ചേട്ടനൊക്കെ അക്കാലത്ത് നമ്മുടെ ഒരു ഭാഗ്യം എന്താന്ന് വെച്ചാൽ ആ കാലത്ത് വളരെ വെറൈറ്റി ആയിട്ടുള്ള വോയിസസ് ഉണ്ടായിരുന്നു. ഇപ്പോൾ ഉദയഭാനു, കമുകറ, AM രാജ, പിന്നെ ഗായികമാരാണെങ്കിൽ ജാനകി, സുശീല, ലീല, മാധുരി, പിന്നെ ദാസേട്ടൻ വരുന്നു. അപ്പോൾ എല്ലാ തരത്തിലും നമ്മൾ ഭാഗ്യവാന്മായിരുന്നു. ഏത് തരത്തിലുള്ള പാട്ടുകൾ പാടാൻ അനുയോജ്യമായിട്ടുള്ള ശബ്ദങ്ങളുണ്ടായിരുന്നു. പിന്നെ അവർക്ക് ഗാനങ്ങൾ സൃഷ്ടിക്കാനുള്ള കമ്പോസേഴ്സ്. ഇപ്പോൾ ബാബുരാജിനെ പറ്റി പറഞ്ഞതിൽ തന്നെ ബാബുരാജ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ഏത് മനുഷ്യനും പാടാൻ കഴിയുന്ന മറ്റ് കമ്പോസേഴ്സിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ബാബുരാജിൻ്റെ പാട്ടുകളിൽ അദ്ദേഹം വലിയൊരു സ്വാതന്ത്ര്യത്തിൻ്റെ ആകാശം. ഇപ്പോൾ പ്രേമ തപസ്വിനി പ്രേമ തപസ്വിനി കാമുക സംഗമ വേളയിൽ നാണിച്ചു നാണിച്ചു വാതിലടച്ചില്ലേ മാനത്തെ പൊന്മുകിലിന്നലെ. കനകാംബര സാറിനോട് എനിക്കൊന്ന് നീലമല പൂങ്കുയിലെ അല്ലേ, മറ്റൊരു മനോഹരമായ ഗാനമാണ് സർ. ആ പാട്ട് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി പാടിത്തരില്ലേ? നീലമല പൂങ്കിയിലെ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, നിൻചിരിയാൽ ഞാൻ ഉണർന്നു, നിന്നഴകാൽ ഞാൻ മയങ്ങി. കാവേരിക്കരയിൽ നിനക്ക് വാഴാനൊരു കൊട്ടാരം, വാഴാനൊരു കൊട്ടാരം. കബനി നദിക്കരയിൽ കളിയാടാനൊരു പൂന്തോട്ടം, കളിയാടാനൊരു പൂന്തോട്ടം. കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേഞ്ചോല, കുളിക്കാനൊരു പൂഞ്ചോല, കുടിക്കാനൊരു തേൻചോല. ഒരുക്കി നിന്നെ കൂട്ടാൻ വന്നു ഓണക്കുയിലേ വന്നിടുക നീ. ജയേട്ടൻ പാടിയ കുറച്ച് പാട്ടുകളെങ്കിലും അച്ഛൻ്റെ നല്ല നല്ല പാട്ടുകളാണ്. കരിമുകിൽ കാട്ടിലെ, അതെ, അങ്ങനെ കുറച്ച് പാട്ടുകളാണെങ്കിലും അത് നല്ല നല്ല പാട്ടുകൾ ജയേട്ടൻ പാടിയിട്ടുണ്ട്. എനിക്ക് ഓർമ്മയുണ്ട് ഈ പാട്ട് നീലമല പൂങ്കുയിലെ പഠിക്കാനായിട്ട് അക്കാലത്തൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പറഞ്ഞു കൊടുത്ത് പാട്ട് പഠിച്ചിട്ടായിരുന്നു അന്ന് പിന്നണി ഗായകരൊക്കെ പാടിയിരുന്നത്. ഞാൻ പണ്ട്, അത് പലർക്കും അറിയില്ല, പണ്ട് തീരാത്ത ബന്ധങ്ങൾ എന്ന സിനിമയിൽ ഒരു പാട്ട് പാടാനുള്ള അവസരം കിട്ടി. ജാനകമ്മയോടൊപ്പം ഒരു യുഗ്മഗാനം പാടി. അന്ന് ദാസേട്ടൻ അവിടെ വന്നിട്ടൊരു പാട്ട് പാടി. അന്നൊക്കെ വന്നിട്ട് അവരൊക്കെ വന്നിട്ട് പാട്ട് പാടിയിട്ട് ഒറ്റ ടേക്കായിരുന്നു. ഇന്നത്തെ ടെക്നിക്കൽ, ഇന്നത്തെ സൗകര്യങ്ങളൊന്നും ഇല്ലാതിരുന്ന കാലത്ത് ഒരു ഓർക്കസ്ട്രക്കാരൻ ഒക്കെ റിഹേഴ്സലൊക്കെ കഴിഞ്ഞിട്ട് ഓർക്കസ്ട്രയൊക്കെ റിഹേഴ്സൽ ചെയ്ത് വെച്ചിട്ടുണ്ടാവും, ഞാൻ കണ്ടതാണ്. പാട്ടുകാരൻ വന്ന് പാട്ട് പഠിച്ചിട്ട് സംഗീത സംവിധായകൻ്റെ അദ്ദേഹത്തിൻ്റെ ശബ്ദത്തിൽ അത് കേട്ട് പഠിച്ചിട്ട് പാടുക, ഒറ്റ ടേക്കാണ്. ഒരാൾ തെറ്റിച്ചാൽ വീണ്ടും എടുക്കണം. അതാണ് അവരുടെയൊക്കെ കഴിവിൻ്റെ മഹിമ. അത് നമ്മൾ തൊഴുതേ പറ്റുള്ളൂ. ഒറ്റ ടേക്കിൽ പഠിച്ച് പാടിയതാണ് അവരൊക്കെ, ശ്രുതിശുദ്ധമായിട്ട്, ഭാവസാന്ദ്രമായിട്ട്. ഇപ്പോഴേ അതൊക്കെ മാറിയിട്ട്
എനിക്കും പാടാം എന്നുള്ളൊരു അവസരം വന്നു. എല്ലാവരും പാട്ടുകാരാണ്. സന്തോഷമുണ്ട്. ഞാൻ അന്ന് തന്നെ പാട്ടൊക്കെ നിർത്തി. എനിക്കും പാടാന്ന് പറയരുത്, അത് മതി എന്ന് അച്ഛനും വിചാരിച്ചേ കാണും. അപ്പോൾ ഭാസ്കരൻ മാസ്റ്ററിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, രവി ഒരുപാട് ബാബുക്കയുടെ കാര്യങ്ങൾ പറഞ്ഞു. സൗഭാഗ്യം എന്ന് പറയുന്നത് ആകാശവാണിയിൽ ജോലി ചെയ്തത് കൊണ്ടും പിന്നെ രാഘവ മാസ്റ്റർ മകനായതുകൊണ്ടും എനിക്ക് ഒരുപാട് ആളുകളെ നേരിട്ട് പരിചയപ്പെടാൻ പറ്റി. ദാസേട്ടനെയൊക്കെ വീട്ടിൽ വെച്ച് കാണാൻ പറ്റി. ആരാണ് കനകാംബരനാണ് ദാസേട്ട എന്ന് പറഞ്ഞാൽ ഏത് കനകാംബരൻ എന്ന് ചോദിക്കില്ല. അത് വലിയ ഭാഗ്യമല്ലേ, എനിക്കൊരു ഭാഗ്യം. അതേപോലെ തന്നെ അങ്ങനെ പലരെയും പരിചയപ്പെടാനും അനുഭവങ്ങൾ പങ്കുവയ്ക്കാനും മനസ്സിലാക്കാനൊക്കെ സാധിച്ചു. അതാണ് വലിയ കാര്യം. ഈ ദാസേട്ടനും ജയേട്ടനും ഒക്കെ ജീവിച്ചിരിക്കുന്ന കാലത്ത് തന്നെ നമുക്ക് ജീവിക്കാൻ പറ്റി എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കിയത്തോളം ഒരു വലിയ സൗഭാഗ്യം. അടുത്ത തലമുറയ്ക്ക് പഠിക്കാനേ പറ്റുള്ളൂ. പടം കാണിച്ചിട്ടും പാട്ട് കേൾപ്പിച്ചിട്ടും മാത്രമേ അവർക്ക് മനസ്സിലാക്കാൻ പറ്റുള്ളൂ. ഇങ്ങനെയുണ്ട് ഒരാളുണ്ടായിരുന്നു, ഇതാണ് ദാസേട്ടൻ്റെ പടം, ഇതാണ് ദാസേട്ടൻ പാടുന്നത്, അദ്ദേഹത്തിൻ്റെ വീഡിയോ ആണ് എന്ന് പറയാൻ നമുക്ക് പരിചയപ്പെടാൻ പറ്റി. അത് വലിയ സൗഭാഗ്യമാണ്. അപ്പോൾ നമുക്ക് കിട്ടുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പാട്ടുകാരൻ എന്നുള്ളത് എനിക്ക് പ്രയോജനപ്പെടുത്താൻ പറ്റിയിട്ടില്ല. പക്ഷേ എനിക്ക് അതിൽ നഷ്ടബോധമോ അല്ലെങ്കിൽ കുറ്റബോധമോ ഒന്നുമില്ല, സാരമില്ല. പക്ഷേ രാഘവ മാസ്റ്ററുടെ മകനായി ജനിക്കാൻ പറ്റി എന്നുള്ളതിൽ അഭിമാനമുണ്ട് എനിക്ക്. പിന്നെ ഈ തരത്തിൽ പല പാട്ടുകാരെയും പരിചയപ്പെടാൻ പറ്റി. രമ്യയോടൊപ്പം പാടാൻ പറ്റി. രമ്യ നല്ലൊരു പാട്ടുകാരിയാണ്, അവരോടൊപ്പം പാടാൻ പറ്റി. അത് അങ്ങനെയുള്ള അവസരം കിട്ടുന്ന സമയത്ത് നേരത്തെ ഇപ്പോൾ ലോക്ക്ഡൗണിൻ്റെ കാര്യം പറഞ്ഞു. ആ തരത്തിൽ പറയുകയാണെങ്കിൽ നമുക്ക് ചിട്ടയായിട്ടുള്ള ജീവിതം ജീവിച്ച് തീർക്കുക എന്ന് പറയുന്നത് നമ്മളിൽ നിന്ന് ഉണ്ടാക്കിയെടുക്കേണ്ട ഒന്നാണ്. ആ തിരിച്ചറിവ്, നമ്മൾ അന്യോന്യ സഹവാസം. പണ്ടുള്ള കാലങ്ങളിലൊക്കെ വീടുകളിലൊക്കെ ഉമ്മറത്ത് തന്നെ ഒരു കിണ്ടിയിൽ വെള്ളം വെച്ചിട്ടുണ്ടാവും, ഒരു തോർത്തുകൊണ്ട് വെച്ചിട്ടുണ്ടാവും. കഴുകി കൈയും കാലും മുഖവും കഴുകിയിട്ട് തോർത്തുകൊണ്ട് തുടച്ചിട്ട് മാത്രമേ അകത്ത് കയറുള്ളൂ. എന്തുകൊണ്ട് നമുക്കത് ശീലിച്ചു? കുറേ ആൾക്കാർക്ക് പേടിച്ചു, എന്തായാലും ഭയപ്പെട്ടു. ഇത് നമുക്ക് നമ്മുടെ ജീവൻ നിലനിർത്തിക്കൊണ്ടുപോകാൻ വലിയ പ്രയാസമാണ്. ഇങ്ങനെ പോവുകയാണെങ്കിൽ നമുക്ക് ശുദ്ധിയും ചിട്ടയും കാര്യങ്ങളൊക്കെ വേണം. അതിന്റെ ഒരു ഓർമ്മപ്പെടുത്തൽ കൂടിയാണ് ഈ ഒരു കാലം എന്നുള്ളതാണ്. എല്ലാവർക്കും നമുക്ക് മാത്രമല്ല എന്ന് നമുക്ക് മാത്രമുള്ളതാണെന്ന് അഹങ്കരിച്ചത് കൊണ്ടുകൂടിയാണെന്ന് ഞാൻ പറയും. എല്ലാം അതെ. നമ്മളിപ്പോൾ രാഘവ മാഷിന്റെ ഒരുപിടി നല്ല ഗാനങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഇപ്പോൾ ഒരു കാലഘട്ടത്തിൽ ഇപ്പോൾ ദേവരാജൻ മാസ്റ്റർ, അതുപോലെ സലിൽ ചൗധരി അടക്കമുള്ള എല്ലാ സംഗീത സംവിധായകരെയും നമ്മൾ ഓർക്കുകയാണ്. ഒപ്പം ഒരു പ്രധാനപ്പെട്ട കാര്യം സാർ, ഇപ്പം നമ്മളിപ്പം ദാസറിൻ്റെ കാര്യം പറഞ്ഞു, അതുപോലെ ശ്രീ പി ജയചന്ദ്രനെ കുറിച്ച് പറഞ്ഞു. ഇപ്പം നല്ല സംഗീത സംവിധായകരുടെ ഉള്ളിലെ സംഗീതത്തെ, ആ വികാരം ഒട്ടും ചോർന്നു പോകാതെ ആസ്വാദകരിലേക്ക് എത്തിക്കുന്നത് നല്ല ഗായകരാണല്ലോ. അപ്പോൾ ആ കാലഘട്ടം മുതലുള്ള ഒരു ഗായകരെ കുറിച്ച് നേരത്തെ സൂചിപ്പിച്ച പോലെ പല അരുവികളുണ്ടായിരുന്നതെല്ലാം യേശുദാസിലേക്ക് അവസാനം ലയിച്ചുവെന്ന് നമുക്ക് പറയുമ്പോഴും എല്ലാവരും അവരുടെ ഐഡന്റിറ്റി കീപ്പ് ചെയ്തു. അപ്പോൾ അതിനെക്കുറിച്ചൊന്ന്. ശരിക്കും പറഞ്ഞാൽ യേശുദാസിൻ്റെ വരവ് മലയാളത്തിൽ ഒരു വിപ്ലവകരമായിട്ടുള്ള മാറ്റം തന്നെയായിരുന്നു. എല്ലാ തരത്തിലുള്ള പാട്ടുകളും പാടാൻ കഴിയുന്ന ഒരു ഗായകൻ എന്ന നിലയ്ക്ക് എല്ലാ പാട്ടുകളും സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിൽ എത്തുന്നു. അദ്ദേഹം വളരെ പെർഫെക്റ്റ് ആയിട്ട് ഇത് പാടുന്നു. അല്ലാത്ത പാട്ടുകൾ ജയചന്ദ്രൻ, ബ്രഹ്മാനന്ദൻ ഇവരൊക്കെ പാടുന്നു. പക്ഷേ ഈ പാട്ടുകളൊക്കെ നമ്മുടെ മനസ്സിലുണ്ട്. കാരണം അതിഗംഭീരമായിട്ടാണ് കമ്പോസേഴ്സ് കമ്പോസ് ചെയ്ത് കൊടുത്തത്. പിന്നീട് എനിക്ക് തോന്നുന്നു ദേവരാമാഷ് എപ്പോഴും പറയും 1965 മുതൽ 75 വരെയാണ് ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമാ ഗാനങ്ങളുടെ സുവർണ്ണകാലം എന്നെപ്പോഴും പറയും. അതിന് പല കാരണങ്ങളുണ്ട്, ഓരോരുത്തർക്കും ഓരോ കാലഘട്ടമാണ്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് വരുന്നു. അതായത് എനിക്ക് തോന്നുന്നു അതിൻ്റെ വ്യത്യാസം വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ കീബോർഡ് എന്ന് പറയുന്ന ഇൻസ്ട്രുമെൻറ്റ് കേരളത്തിൽ മലയാള സിനിമാ സംഗീതത്തിൽ കൊണ്ടുവരികയാണ്. അത് കൊണ്ടുവന്നത് RK ശേഖറാണ്. ശേഖർ ഒരിക്കൽ സിംഗപ്പൂരിൽ പോയപ്പോൾ അദ്ദേഹം വളരെ ടെക്നോളജിയായിട്ട് ഇഷ്ടപ്പെടുന്ന, മകനായ റഹ്മാനെ പോലെ തന്നെ ടെക്നോളജിയെ വളരെയധികം സ്നേഹിച്ചിരുന്ന ആളാണ്. ഇപ്പോൾ കീബോർഡ് അന്ന് സിന്തസൈസർ എന്നൊക്കെ പറയും. ആദ്യമായിട്ട് സിംഗപ്പൂരിൽ നിന്ന് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത് ശേഖറാണ്, സൗത്ത് ഇന്ത്യയിൽ കൊണ്ടുവരുന്നത്. അപ്പോൾ ശേഖർ ഈ പാട്ടുകൾ പശ്ചാത്തലത്തിൽ കീബോർഡ് ഉപയോഗിച്ച് തുടങ്ങി. ദേവരാമാഷൊക്കെ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്, ഇത് പറ്റുമോ ഈ മലയാള സിനിമാ ഗാനങ്ങൾക്ക് എന്ന് പറ്റുമോ എന്നൊക്കെ ചോദിച്ചിട്ടുണ്ട്. പക്ഷേ അദ്ദേഹം ഇത് പ്രൂവ് ചെയ്തു. സിനിമാ ഗാനങ്ങളുടെ പശ്ചാത്തലത്തിൽ ഒരു ആധുനികതയുടെ ഫീൽ കൊണ്ടുവരാൻ കീബോർഡിന് പറ്റുമെന്ന്. അപ്പോൾ അത് ഈ ഇലക്ട്രോണിക് അല്ലെങ്കിൽ ആധുനികമായിട്ടുള്ള മ്യൂസിക്കുമായിട്ട് വളരെ അനായാസം ചേർന്ന് നിൽക്കാൻ കഴിയുന്ന സംഗീതമാണ് പിന്നീട് മലയാളികൾ കേട്ടത്. അത് ശ്യാം ഉണ്ടായിരുന്നു, KJ ജോയ് ഉണ്ടായിരുന്നു. ഇവർ രണ്ടുപേരും വെസ്റ്റേൺ മ്യൂസിക്കിൽ പ്രാഗൽഭ്യമുള്ള ആളുകളാണ്. പക്ഷെ മലയാളത്തിൽ കവിതയോട് അത്ര വലിയ
അടുപ്പമുള്ള ആളുകളല്ല. മലയാളത്തിലെ രചനാ ശൈലി അല്ലെങ്കിൽ അതിഗംഭീരമാവണം എന്ന് അത്ര നിർബന്ധം പിടിച്ചിട്ടുള്ള ആളുകളല്ല. കാരണം ആദ്യം ട്യൂൺ ഇട്ടിട്ട് എഴുതിക്കുന്ന ആളുകളാണ് അവർ. അപ്പോൾ അതിനനുസരിച്ചിട്ടുള്ള ലിറിസിസ്റ്റുകൾ വന്നു. അപ്പോൾ കുറേ കാലം അവരുടെ ഒരു കാലഘട്ടമായിരുന്നു. പൂച്ചൽ ഖാദർ ഉണ്ടായിരുന്നു, ബിച്ചു തിരുമല ഉണ്ടായിരുന്നു. പിന്നീടൊരു കാലം മാറ്റം വരുന്നത് എനിക്ക് തോന്നുന്നത് 2 പേര് കടന്ന്, 2 പേരല്ല 3 പേരെന്ന് പറയാം. രവീന്ദ്രൻ മാസ്റ്റർ, ജോൺസൺ മാസ്റ്റർ, എം ജി രാധാകൃഷ്ണൻ. ഇവർ 3 പേരും ശരിക്കും പറഞ്ഞാൽ മലയാള സിനിമാ സംഗീതത്തിൽ അതുവരെയുള്ള, അതായത് രചന എന്ന് പറയുന്ന ഒരു അംശം അത്ര വലിയ ഇമ്പോർട്ടൻ്റ് അല്ല എന്ന് പറയുന്ന ആ കാഴ്ചപ്പാടിന് പെട്ടെന്ന് മാറ്റിമറിച്ചു. ഭാഗ്യത്തിന് ഗിരീഷ് പുത്തഞ്ചേരി, കൈതപ്രത്തെ പോലുള്ള ആളുകളൊക്കെ എഴുതാനുണ്ടായിരുന്നു. ഈ ട്യൂണിനനുസരിച്ചിട്ടാണ് എഴുതിയെന്ന എല്ലാ പാട്ടുകളും ഗംഭീരമായില്ലെങ്കിൽ പോലും ഇവരുടെ ജോൺസണൊക്കെ ആ കാര്യത്തിൽ രചനയിലും കൂടി ശ്രദ്ധിച്ചിരുന്ന ആളുകളാണ്. അപ്പോൾ ഈ 3 ധാരകൾ സജീവമായിരുന്നു കുറേ കാലം. അതിൻ്റെ പശ്ചാത്തലത്തിൽ അതിൻ്റെ ഒരു സമാന്തരമായിട്ടാണ് ജെറി അമൽദേവൊക്കെ വരുന്നത്. ഈ മഞ്ഞിൽ വിരിഞ്ഞ പൂക്കൾ എൻ്റെ അഭിപ്രായത്തിൽ മലയാളത്തിലെ സിനിമാ സംഗീതത്തിൻ്റെ ദൃശ്യവൽക്കരണത്തിൽ വളരെയധികം വിപ്ലവകരമായിട്ട് മാറ്റിമറിച്ചിട്ടുള്ള ഒരു സിനിമയാണ്. വിഷ്വല് കൂടി ഇതിൻ്റെ ഒരു ഭാഗമാണ്. വിഷ്വലിൽ കൂടെ മാത്രമേ ഗാനങ്ങൾ ഹിറ്റാക്കാൻ ചിലപ്പോൾ കഴിയുള്ളൂ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു തുടങ്ങുന്നത് അതിനുശേഷമാണ്. അത് കഴിഞ്ഞിട്ട് വരുന്ന ഒരു കാലഘട്ടം വിദ്യാസാഗർ എന്ന് പറയുന്നത്. നമുക്കുള്ള ഒരു ഭാഗ്യം എന്താ വെച്ചാൽ അത്ര മെലഡിയെ സ്നേഹിക്കുന്ന ഒരാളെ അപ്പോഴേക്ക് കിട്ടി നമുക്ക്. ഇവരുടെയൊക്കെ കാലം ഒരു അസ്തമിക്കുമ്പോഴേക്കും വിദ്യാസാഗർ വന്നു. വിദ്യാസാഗർ മലയാളിയല്ല, പക്ഷെ ഒന്നാന്തരം കവിയാണ്. മലയാളികളുടെ മനസ്സറിഞ്ഞ് കമ്പോസ് ചെയ്യാൻ കഴിയുന്ന ആളാണ്. പിന്നെയും പിന്നെയും, അല്ലെങ്കിൽ ആരോ വിരൽ നീട്ടി, ഒരു രാത്രി കൂടി, അതൊക്കെ മലയാളികൾ ഹൃദയപൂർവ്വം സ്വീകരിച്ചു. പിന്നീട് ഈ കാലത്തേക്ക് നോക്കി എം ജയചന്ദ്രൻ, അങ്ങനെ ധാരാളം പേര് പിൽക്കാലത്ത് വന്നിട്ടുണ്ട്. പുതിയ ജനറേഷനിലാണെങ്കിൽ ദീപക് ദേവ് ഉണ്ട്, അൽഫോൻസ് ഉണ്ട്, ഗോപി സുന്ദർ ഉണ്ട്, അത് കഴിഞ്ഞു ഷാൻ റഹ്മാൻ ഉണ്ട്. അങ്ങനെ ധാരാളം കമ്പോസേഴ്സ് ഇപ്പോൾ വരുന്നുണ്ട്. അപ്പോൾ ഇനി അങ്ങോട്ട് എനിക്ക് തോന്നുന്നു ഒരു പ്രത്യേക ഒരു കാലഘട്ടം സ്വന്തമാക്കാൻ കഴിയുന്ന മ്യൂസിക് ഡയറക്ടേഴ്സ് ഉണ്ടാവുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ ദേവരാജിൻ്റെ കാലം, ബാബുരാജിന്റെ കാലം എന്നൊക്കെ പറയുന്നത് അങ്ങനെയുള്ളൊരു കാലം മാറി. ആ പീരീഡ് ഇനി അത് നമ്മൾ അതിനുവേണ്ടി ആവർത്തനം നമ്മൾ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. അല്ലെങ്കിൽ യേശുദാസിനെ പോലെ ഒരു ഗായകൻ ഇനി വരണമെന്ന് ആഗ്രഹിക്കുന്നതിന് അർത്ഥമില്ല. സർ, ആ ഗോൾഡൻ പീരീഡിനെ കുറിച്ച് പറയുമ്പോൾ ദക്ഷിണാമൂർത്തി സ്വാമി നമുക്ക് മറക്കാതെ പറ്റാത്തൊരു പേരാണ്. അതുപോലെ തന്നെ സലീൽ ചൗധരി, അതുപോലെ ബോംബെ രവിയുടെ പാട്ടുകൾ. അപ്പോൾ എങ്ങനെയാണ് ഈ സംഗീത സംവിധായകൻ സ്വാമി ശരിക്കും പറഞ്ഞാൽ ഏത് കാലഘട്ടത്തിന് യോജിച്ച പാട്ടുണ്ടാക്കിയ ആളാണ്. കണ്ടാൽ നമുക്ക് തോന്നും വളരെ സാത്വികനായിട്ടുള്ള ഒരു മനുഷ്യൻ, പക്ഷെ ഉള്ളിലൊരു കാമുകൻ ഉണ്ടായിരുന്നു അദ്ദേഹത്തിന്. ഇല്ലെങ്കിൽ എനിക്ക് തോന്നുന്നു ഇന്നലെയൊരു നവവാസര സ്വപ്നമായി എൻ മനോമുകുരത്തിൽ വിരുന്നു വന്നു, ചൈത്ര സുഗന്ധത്തിൻ്റെ താലവൃന്ദത്തിൻ കീഴിൽ മധ്യാന മനോഹരി മയങ്ങിടുമ്പോൾ, മുന്തിരിക്കുലകളാൽ നൂപുരമണിഞ്ഞെത്തും സുന്ദര വസന്തശ്രീ എന്ന പോലെ മുഗ്ധാനുരാഗത്തിൻ്റെ പാനഭാജനം നീട്ടി നൃത്തവിലാസിനി നീ അരികിൽ വന്നു. ഇങ്ങനെ കമ്പോസ് ചെയ്യുന്ന കാമുകൻ അല്ലെങ്കിൽ ഞാൻ മാഷോട് ഞാൻ സ്വാമിയുടെ അവസാന കാലത്ത് ഇന്റർവ്യൂ ടെലിവിഷന് വേണ്ടി ചെയ്ത സമയത്ത് സ്വാമിയോട് ചോദിച്ചു, സ്വാമിയുടെ ഉള്ളിലൊരു കാമുകൻ ഉണ്ടാവില്ലെന്ന്. ഇതേ ചോദ്യം അർജുന മാഷിനോട് ചോദിച്ചിട്ടുണ്ട് ഈ ചെമ്പകത്തൈകൾ പൂത്ത കേട്ടോ. അപ്പൊ മാഷ് പറഞ്ഞു ഉണ്ട്, പക്ഷെ ആ പ്രണയ കഥ ഞാൻ പറയില്ല എന്ന്. പക്ഷെ സ്വാമിയോട് ചോദിച്ചിട്ടുണ്ട്, സ്വാമി ഇതേതാ രാഗം? ഇത് ശരിക്കും ബേഗഡയാണ്, ബേഗഡയിലെ ഏറ്റവും നന്നായിട്ടുള്ള ചെയ്തിട്ടുള്ള പാട്ട്. പക്ഷെ സ്വാമി പറഞ്ഞു ഇത് അനുരാഗം എന്നൊരു തമാശയായിട്ട്. ഭയങ്കര ഹ്യൂമറസ് ആണ് പുള്ളി. അപ്പോൾ ഓരോ കമ്പോസർ അവരെ കാണുമ്പോൾ വളരെ ഭയങ്കര ദൈവികമായിട്ടുള്ളൊരു പരിവേഷമൊക്കെ ഉണ്ടെങ്കിലും വളരെ പ്രൊഫഷണൽസ് ആയിരുന്നു. ഏത് സിറ്റുവേഷൻ കൊടുത്ത് ഇംഗ്ലീഷ് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട് സ്വാമി. ഇടനാഴിയുടെ ഒരു കാലച്ചേരി ഇംഗ്ലീഷ് പാട്ട് കമ്പോസ് ചെയ്തിട്ടുണ്ട്. അതും ഏത് ഭാഷയൊന്നും അദ്ദേഹത്തിന് പ്രസക്തമല്ല. അതുപോലെ സംഗീതത്തിന് ഭാഷയുടെ അതിർവരമ്പുകളില്ല. ദേവരാജ മാസ്റ്റർ ആണെങ്കിൽ അദ്ദേഹം കമ്പോസ് ചെയ്ത പോലെ കവിതകളൊക്കെ അദ്ദേഹം കമ്പോസ് ചെയ്ത കവിതയുടെ അർത്ഥമറിഞ്ഞ അതിനനുസരിച്ചിട്ടുള്ള വാക്കുകൾക്കനുസരിച്ചിട്ടുള്ള ഈണായിരുന്നു. ഇപ്പോൾ മോഹത്തിൻ്റെ മുഖം ഞാൻ കണ്ടു മുഷിഞ്ഞിരിക്കുന്നു, പ്രേമദാഹത്തിൻ്റെ സ്വരം ഞാൻ കേട്ടു തളർന്നിരിക്കുന്നു. ആ തളർച്ച ആ വരിയിൽ വരണ്ടേ? അത് ഒരു വലിയൊരു കവിതയും സംഗീതവും ഹൃദയത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടു നടക്കുന്ന ആൾക്ക് അങ്ങനെ ചെയ്യാൻ കഴിയുള്ളൂ. പ്രണയവും. അതെ അതെ. അപ്പൊ അതിനെ കുറിച്ച് ചിന്തിച്ചാൽ നമുക്ക്
എന്താണ് ഇതിന്റെ പിന്നിലെന്ന് പറയാൻ പറ്റില്ല. ദൈവികതയാണ്. ദൈവത്തിൽ വിശ്വസിക്കുന്ന ആളല്ല മാഷ്, പക്ഷെ എന്നാലും ദൈവത്തിൽ ഉണ്ടായിരുന്നു. അതെ സാർ, നമുക്കൊന്ന് കോഴിക്കോട് സ്റ്റുഡിയോയിലേക്ക് നമ്മുടെ പ്രിയപ്പെട്ട ഗായിക അവിടെയുണ്ട്. അപ്പോൾ മറ്റൊരു പാട്ടിലേക്ക് കൂടി നമുക്ക് മനോഹരമായൊരു മറ്റൊരു പാട്ട് കൂടി കേൾക്കാൻ സമയമായിരിക്കുന്നു. ഏത് പാട്ടാണ് നമുക്ക് പാടിത്തരുന്നതിനി? ജോൺസൺ മാഷിൻ്റെ വളരെ പ്രശസ്തമായ മധുരം ജീവാമൃതം ബിന്ദു എന്നുള്ള ഗാനം ഞാൻ പാടാം. ഓക്കെ ഓക്കെ ഓക്കെ. ഒരുപാട് ആരാധകരുള്ള പാട്ടാണ്. സൗഗന്ധികങ്ങളെ ഉണരോ വീണ്ടുമെൻ മുഖമാം രാത്രിയിൽ പാർവണം പെയ്യുമീ ഏകാന്തയാമവീതിയിൽ താന്തമാണെങ്കിലും താന്തമാണെങ്കിലും പാതിരാക്കാറ്റിലും വാടാതെ നിൽക്കുമെൻ്റെ ദീപകം പാടുമീ സ്നേഹദീപകം പോലെ മധുരം ജീവാമൃതബിന്ദു ഹൃദയം പാടും ലയസിന്ധു മധുരം ജീവാമൃത ബിന്ദു. കുറച്ച് ഫിലോസഫിക്കലായിട്ടും കൂടിയുള്ള ഒരു പാട്ടും നമുക്ക് വേണമെങ്കിൽ പറയാം അല്ലേ സാർ? ഒരുപാട് അതെ, ഒരുപാട് സന്തോഷം. താങ്ക് യു പാട്ട് പാടി തന്നതിന്. അപ്പോൾ ഞാൻ ഒന്ന് സാർ നമുക്ക് ഒന്നുകൂടി കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഒന്ന് പോയിട്ട് ഇങ്ങോട്ട് വരാം. പാടട്ടെ. അതെ അതെ സാറ്, ഇവിടെ ശ്രീ രവി മേനോൻ അതിഥിയായി വരിക എന്ന് പറയുമ്പോൾ പാട്ടുകളുടെ പിന്നിലുള്ള ഒരുപാട് കഥ കേൾക്കാൻ പ്രേക്ഷകർക്കൊരു കൗതുകം കാണും. അപ്പോൾ കൂടുതൽ പാട്ടിൻ്റെ കഥകളിലേക്ക് ഞങ്ങൾ പോകുന്നതിന് മുമ്പ് രാഘവൻ മാഷിൻ്റെ പാട്ടുകൾക്ക് പിന്നിലുള്ള കഥ അതെനിക്കൊന്ന് മകൻ എന്നുള്ള നിലയിൽ പറയുമ്പോൾ കേൾക്കാൻ പ്രേക്ഷകർക്ക് കുറച്ചുകൂടി കൗതുകം ഉണ്ടാവും. അത്തരത്തിൽ അദ്ദേഹത്തിൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ഏതെങ്കിലും സോങ്സിൻ്റെ പിന്നിലുള്ള നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാത്ത വല്ല കഥകളും ഉണ്ടെങ്കിൽ ഒന്ന് ഷെയർ ചെയ്യാമോ? അച്ഛൻ്റെ പാട്ടുകൾ പറയുമ്പോൾ നമ്മൾ അച്ഛനെ പറ്റി രാഘവൻ മാസ്റ്ററെ പറ്റി കുറേ അധികം പറഞ്ഞു കഴിഞ്ഞു. ഒന്ന് പിന്നെ രവി പറഞ്ഞതുപോലെ ഞാൻ രവി എന്ന് പറയുന്നത് ഞങ്ങൾ നേരത്തെ ഉള്ള ഒരു സൗഹൃദം വെച്ചുകൊണ്ടാട്ടോ, ഒന്നും വിചാരിക്കരുത്. ബഹുമാനക്കുറവ് കൊണ്ടൊന്നുമല്ല, അങ്ങനെ പറയാനാണ്, അങ്ങനെ വിളിക്കാനാണ് ഇഷ്ടം. അതെ. അപ്പോൾ ഒന്നുമില്ലായ്മയിൽ നിന്ന് ആ വാക്കാണ് അതിന് ശരിക്കും അനുയോജ്യമായത്. ശൂന്യതയിൽ നിന്ന് സൃഷ്ടിച്ച പാട്ടുകൾ 54 മലയാള സിനിമയ്ക്ക് വേണ്ടിയിട്ട് ഭാസ്കരൻ മാസ്റ്ററുടെ നിർബന്ധപ്രകാരം ആദ്യമായിട്ട് കായലരികത്ത് ചെയ്തപ്പോൾ അച്ഛൻ സംശയം ചോദിച്ചിരുന്നു, ഭാസ്കരൻ ഇത് പറ്റുമോ എനിക്ക്? മാഷ് അങ്ങ് ചെയ്യണം, ഇവിടെ നമ്മൾ ആകാശവാണിയിൽ ലളിതഗാനങ്ങളൊക്കെ ചെയ്യുന്നില്ലേ, അതുപോലെ അങ്ങ് ചെയ്താൽ മതി, ശരിയാകും എന്ന് പറഞ്ഞിട്ടാണ് ചെയ്തത്. അപ്പോൾ അതിൻ്റെ ആ പാടേണ്ടി വന്ന ഒരു യാദൃശ്ചികത അല്ലെങ്കിൽ ആ സന്ദർഭം, ആ അച്ഛൻ എങ്ങനെയാണ് പാടേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞു, രവി പറഞ്ഞു കഴിഞ്ഞു. അന്നൊന്നും ഒരു മാതൃക ആർക്കും ഇല്ലായിരുന്നു. അക്കാലത്തൊന്നും അടുത്ത തലമുറയ്ക്ക് വേണ്ടിയിട്ട് ഇത് ഹിറ്റാകുമോ എന്ന് പോലും ചിന്തിക്കാണ്ട് ഹിറ്റാക്കാൻ വേണ്ടി അല്ലെങ്കിൽ ഹിറ്റായിപ്പോയ പാട്ടുകളാണ് ദക്ഷിണാമൂർത്തി സ്വാമി ആവട്ടെ, ബാബുക്കയാവട്ടെ, ദേവരാജൻ മാസ്റ്റർ ആവട്ടെ, അച്ഛനാവട്ടെ. അപ്പം വീണ ചോദിച്ചതിന്റെ മറുപടി അല്ല ഞാൻ പറയുന്നെങ്കിൽ എനിക്കത് പറഞ്ഞേ തീരും. എങ്ങനെയാണ് നൊട്ടേഷൻസ് എഴുതുക, എങ്ങനെയാണ് ബാർ ഇട്ടിട്ട് മ്യൂസിക് ചെയ്യുക എന്ന് സ്വന്തമായിട്ടുണ്ടാക്കി. മറ്റൊന്നുമല്ല സാർ, അതായത് ഈ രാഘവ മാഷ് ഇപ്പം മലയാള സിനിമാ ഗാനശാഖയിൽ തന്നെ ഈ മാപ്പിളപ്പാട്ടിന്റെ ഛായയുള്ള പാട്ട് എനിക്ക് തോന്നുന്നു ആദ്യമായിട്ട് കൊണ്ടുവന്ന രാഘവ മാഷാണ്. അതുപോലെ ഒപ്പന പാട്ടിന്റെ ഛായയുള്ള പാട്ട്. അപ്പോൾ അത്തരം പാട്ടുകളോട് രാഘവ മാഷിന് ഉണ്ടായിരുന്ന ഒരു താല്പര്യം, അത് സംഗീതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം, അതുകൂടൊന്ന് പറഞ്ഞാൽ ഭംഗിയായിരിക്കും തോന്നുന്നു. എനിക്കൊന്ന് പ്രേക്ഷകർക്കും താല്പര്യം ഉണ്ടാവുമായിരിക്കും അറിയാൻ.
അത് നേരത്തെ രവി പറഞ്ഞതുപോലെ തന്നെയാണ്. അച്ഛൻ്റെ ചെറുപ്പകാലങ്ങളിലൊക്കെ അച്ഛൻ തലശ്ശേരി തലായി എന്ന ദേശത്തായിരുന്നു അച്ഛൻ ജനിച്ചു വളർന്നത്. അന്ന് ഈ നാടൻ പാട്ടുകൾ കേൾക്കാനുള്ള ഒരുപാട് സൗകര്യം അച്ഛൻ്റെ ഒപ്പം കല്യാണ വീടുകളിലും തെയ്യം തുടങ്ങിയ സ്ഥലങ്ങളിലൊക്കെ നടക്കുന്ന സ്ഥലങ്ങളിലൊക്കെ പോയിട്ട് അത് കേൾക്കാനുള്ള ഭാഗ്യമുണ്ടായി. അത് അറിയാതെ അച്ഛൻ്റെ നാടൻ പാട്ടുകളിലും വടക്കൻ പാട്ടുകളിലൊക്കെ ഒരുപാട് വടക്കൻ പാട്ടുകൾ, പഞ്ചവർണ്ണ കിളിവാലൻ, പിന്നെ കണ്ണപ്പനുണ്ണിയിലെ രമ്യക്കറിയാ പാട്ട്, മാനത്തെ മഴമുകിൽ മാലകളെ, അത്തരത്തിലുള്ള ചില സംഗതികൾ, ചില ഫോക്ക് ടച്ചസ് ഒക്കെ കൊടുത്തിട്ടുള്ള പാട്ടുകൾ, അനുരാഗക്കളരിൽ അംഗത്തിന് വന്നവളെ അങ്ങനെയാണ് പഠിപ്പിച്ചു കൊടുക്കുക. വന്നവളെ അത് വരണം എന്ന് പറയും. ആ നീലമല പൂങ്കുയിലും ഉണ്ടത്. കാവേരി ആ നീലമല പൂങ്കുയിലേ നീ കൂടെ പോരുന്നോ, ആ തരത്തിലുള്ള ആ കേൾവിയിൽ നിന്ന് അച്ഛൻ സ്വായത്തമാക്കിയ, അതേ സമയത്ത് മാപ്പിളപ്പാട്ടുകളൊക്കെ അന്ന് ഉള്ള പാട്ടുകാരൊക്കെ, പഴയ പാട്ടുകാരൊക്കെ പാടുന്ന കല്യാണ വീടുകളിലൊക്കെ കേട്ടിട്ട് അത് എങ്ങനെയോ അച്ഛൻ്റെ മനസ്സിൽ ഉറച്ചു പോയിട്ടുണ്ട്. അത് തനിയെ വരികയാണ്, തനിയെ വന്നാണ്. കായലരികത്തിൽ ഒന്നുമില്ല, 3 സ്വരങ്ങൾ മാത്രമേ ഉള്ളൂ. കണ്ണിനാലെൻ്റെ കരളിനുരുളിയിൽ എണ്ണ കാറ്റിയ നൊമ്പരം, കൽവിലറിഞ്ഞപ്പോൾ ഇന്ന് നമ്മൾ കയറ് പൊട്ടിയ പമ്പരം. അതിൻ്റെ ഏറ്റവും മനോഹരമായിട്ടുള്ള വരികൾ അവസാനത്തേതാണ്. വേറെയാണ് വിചാരമെങ്കിൽ നേരമായത് ചൊല്ലുവാൻ, വെറുതെ ഞാൻ എന്തിനേയും വെയിലത്ത് കയ്യിലും കുത്തി നടക്കണ്. അത്തരത്തിൽ അച്ഛനാണെങ്കിലും അച്ഛൻ പാടുന്ന സമയത്ത് അച്ഛൻ ഇങ്ങനെ ചിരിക്കും, ആസ്വദിച്ചിട്ട് ചിരിക്കും. അതെ അതെ, ആ തരത്തിലുള്ള പാട്ടുകളൊക്കെ എല്ലാവരും ഉണ്ടാക്കി. നേരത്തെ അദ്ദേഹം പറഞ്ഞ പോലെ ദേവരാജൻ മാഷ് വരികൾക്കൊത്ത് സാഹിത്യം മനസ്സിലാക്കിയിട്ട് ചെയ്തു എന്നുള്ളതാണ് അതിൻ്റെ മഹത്വം. മന്ദസമീ ഒഴുകി ഒഴുകിയെത്തും, ഒഴുകി കാറ്റങ്ങനെ ഒഴുകി അങ്ങ് പോകും. രവീന്ദ്ര മാഷ് ചെയ്തു. ആരാ ചെയ്യാത്തത്? അച്ഛൻ ചെയ്തു. നഗരം നഗരം മഹാസാഗരം മഹാസാഗരം, ചെളിയും ചുഴിയും താഴെ, ആ താഴെ താഴെ എന്ന് ട്യൂൺ ചെയ്തിട്ടില്ല. താരകേ മിഴിതളിൽ കണ്ണീരുമായി താഴെ. അല്ലെ, പാട്ട് എന്താണ് പാട്ടെന്ന് പറയുന്നത്? എത്ര ഇങ്ങനെ പാടിക്കൊണ്ടിരുന്നാലും തിരില്ല, കേൾക്കാൻ നമുക്ക് വീണ്ടും വീണ്ടും കൗതുകമായിരിക്കും. അങ്ങനെ ട്യൂൺ ചെയ്തവരൊക്കെ ഉണ്ട്. ദക്ഷിണാമൂർത്തി, മനോഹരി നിൻ, ഞാൻ വിചാരിക്കാം എന്ത് നല്ല പാട്ടുകളാണ് അർജുനൻ മാസ്റ്റർ. ആ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്നവരൊക്കെ എക്കാലത്തും എല്ലാ തലമുറകൾക്കും വേണ്ടിയിട്ട് അവർ ചെയ്തു വെച്ചിരിക്കുക. അതെ, നമ്മള് പുതിയ തലമുറ ഇപ്പോഴും കേട്ട് ആസ്വദിക്കുന്നു. സാർ, ഞാൻ ഇനി ഒന്ന് തിരുവനന്തപുരം സ്റ്റുഡിയോയിലേക്ക് ഒന്ന് വരികയാണ്. സാർ, നമ്മള് ഒരുപാട് പാട്ടുകളെ കുറിച്ച് നമ്മളിങ്ങനെ കേട്ടു. പക്ഷെ ഈ പാട്ടിന്റെ പിന്നിലെ കഥകളുണ്ടല്ലോ സാർ. ഇപ്പം പ്രമദവനം എന്ന് പറയുന്ന പാട്ടിന്റെ പിന്നിൽ ഒരു കഥയുണ്ട്. ഇതുപോലെ പല പാട്ടുകൾക്ക് പിന്നിലും രാജഹംസമേ, ആ കഥകളൊന്ന് ചുരുക്കി പറഞ്ഞാൽ എനിക്കൊന്ന് നമ്മുടെ സമയം. ഒപ്പം സാറിന്റെ പുസ്തകത്തെ കുറിച്ചും ചില പാട്ടുകൾ എനിക്ക് തോന്നുന്നു നമ്മൾ ഇപ്പോൾ ഭയങ്കര ഹിറ്റായിട്ടുള്ള പാട്ടുകളുണ്ട്. ഇപ്പോൾ ദേവാങ്കണങ്ങൾ, ജോൺസൺ മാസ്റ്റർ, അത് ഏറ്റവും മനോഹരമായിട്ടുള്ള പാട്ടാണ്. എത്രയോ പേരുടെ ഹൃദയവുമായിട്ട് ചേർന്ന് നിൽക്കുന്ന പാട്ടാണ്. പക്ഷെ ഒരു കാലത്ത് ആ സിനിമയിൽ നിന്ന് ഒഴിവാക്കുക, ആ പാട്ട് കാരണം ആ സിനിമ പൊളിയും എന്നുള്ളൊരു ഭീതിയിൽ ആ പാട്ട് സിനിമയിൽ നിന്ന് കട്ട് ചെയ്ത് കളഞ്ഞ ഒരു അവസ്ഥയുണ്ട്. അത് എനിക്ക് ജോൺസൺ മാഷ് വളരെ ദുഃഖത്തോടുകൂടി ആ കഥ പറഞ്ഞിട്ടുണ്ട്. പത്മരാജനും വളരെ വേദനിപ്പിക്കാൻ അനുഭവം. കാരണം ആ സിനിമ റിലീസായത് സമയത്ത് ഇനീഷ്യൽ പുള്ള് ഉണ്ടായിരുന്നില്ല. അപ്പോൾ പലരും പറഞ്ഞു, തിയേറ്റർ മുതലാളിമാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ നിങ്ങൾ ആ പാട്ട് വളരെ ലാഗ് ചെയ്യുന്നുണ്ട്, കുറച്ച് ലെങ്തി പാട്ടാണ്, പിന്നെ ക്ലാസിക്കൽ സോങ് ആണ്, അതാണ് പ്രശ്നം എന്ന് പറഞ്ഞു. അപ്പോൾ പത്മരാജൻ സാറ് പറഞ്ഞത്, എൻ്റെ ഒരു കൈ വെട്ടിമാറ്റിക്കോളൂ, ആ പാട്ട് വെട്ടിമാറ്റരുതെന്ന്. പക്ഷേ ഡിസ്ട്രിബ്യൂട്ടേഴ്സിൻ്റെ ഒക്കെ ഷാഠ്യം ഒടുവിൽ ജനിച്ചു. ആ കാലത്ത് കുറച്ച് തിയേറ്ററുകളിൽ നിന്ന് ഈ പാട്ട് കട്ട് ചെയ്യേണ്ടി വന്നു.
പക്ഷേ ഏതാണ്ട് അതേ സമയത്ത് തന്നെയാണ് പപ്പേട്ടൻ നമ്മളോട് വിട വാങ്ങണത്, ലോകത്തോട് വാങ്ങുന്നത്. അത് ഭയങ്കര ഒരു ട്രാജിക്കായിട്ടുള്ള ഒരു ഡെത്ത്. അതിനുശേഷം ഈ പാട്ട് വീണ്ടും സിനിമയിൽ കൂട്ടിച്ചേർക്കപ്പെടുകയും അത് ശരിക്കും പറഞ്ഞാൽ ആ ഞാൻ ഗന്ധർവൻ എന്ന് പറയുന്ന സിനിമ ഇന്ന് ഓർക്കപ്പെടുന്ന പോലും അതിലെ പാട്ടുകളോടെയാണെന്ന് എനിക്ക് തോന്നുന്നു. അത് ഭയങ്കരമായിട്ടുള്ളൊരു ക്ലാസിക് സിനിമ എന്ന് പറയാൻ പറ്റില്ല. പക്ഷേ ദേവാങ്കണങ്ങൾ അല്ലെങ്കിൽ ദേവി, അപ്പോൾ അത് എനിക്ക് തോന്നുന്നു ഒരു ഓരോ പാട്ടിനും ഓരോ തലക്കുറിയുണ്ട്. നമ്മളെത്ര ഇപ്പോൾ ഉദാഹരണത്തിന് ഇപ്പോൾ രവീന്ദ്ര മാഷ പ്രമദവനം, അത് ഇരുഹൃദയങ്ങളിൽ എന്നൊരു പാട്ട് മുമ്പ് അദ്ദേഹം ചെയ്തിട്ടുണ്ട്. വളരെ നല്ല പാട്ടാണ്, ജോഗ് രാഗത്തിൽ. പക്ഷെ അത് അത്രയധികം ശ്രദ്ധിക്കപ്പെട്ടില്ല. പിന്നീട് ഇസൈനാസ് അബ്ദുള്ള ചെയ്യുമ്പോൾ അതേ രാഗത്തിൽ വേറൊരു പാട്ട് ചെയ്യണമെന്ന് ഇങ്ങനെ ഒരു ഐഡിയ വന്ന സമയത്ത് ഇരുഹൃദയങ്ങളിലെ ട്യൂണിൻ്റെ തുടക്കം അതിൻ്റെ ഒരു സ്ട്രക്ചറിൽ അദ്ദേഹം പ്രമദവനം ചെയ്തു. അപ്പോൾ ഇരുഹൃദയങ്ങളിലെ പോലെയല്ല പ്രമദവനം, ഒരു ക്ലാസിക് സോങ്ങായി മാറി. ഒരു വർഷം പ്രമദവനത്തിന് മുമ്പുള്ള യേശുദാസ്, അതിന് ശേഷമുള്ള യേശുദാസ് എന്ന് വിഭജിക്കത്തക്ക രീതിയിലുള്ള ഒരു ക്ലാസിക് സ്റ്റെപ്പ്, ഒരു മൈൽ സ്റ്റോണായി മാറി. അപ്പോൾ ഓരോ പാട്ടിനും ഓരോ യോഗമുണ്ട്. നമ്മൾ വിചാരിക്കുന്ന പോലെ ചില പടങ്ങൾ ഇറങ്ങിയിട്ടില്ല, പക്ഷെ പാട്ടുകൾ കിട്ടിയപ്പോൾ ഹൃദയം ദേവാലയം, അല്ലെങ്കിൽ ഒരു നാൾ വിശന്നേറെ തളർന്നേ ആ പാട്ട്, അല്ലെങ്കിൽ ഇത് പൂവല്ല പൂന്തളിരല്ല, ഈ പടങ്ങളൊന്നും ഇറങ്ങിയിട്ടില്ല, ഈ വിഷ്വൽസ് ഒന്നും ആളുകൾ കേട്ടിട്ടില്ല, ഒരിക്കലും കേൾക്കാനും പോകുന്നില്ല. പക്ഷെ പാട്ടുകൾ ഭയങ്കര ഹിറ്റല്ലേ. അപ്പം നമ്മൾ മനസ്സിൽ ഈ കാണാത്ത വിഷ്വൽസ് നമുക്ക് ഈ പാട്ടിലൂടെ സങ്കല്പിച്ചെടുക്കാൻ പറ്റും വേണമെങ്കിൽ. അതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. അതെ സാർ. പിന്നെ ഈ ചില രാഗം ഉപയോഗിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട പല വിശ്വാസങ്ങൾ, ഇപ്പം ഫിലിം ഇൻഡസ്ട്രിയും പ്രത്യേകിച്ച് സംഗീതമൊക്കെ ഒരുപാട് വിശ്വാസത്തിൽ കൂടി അധിഷ്ഠിതമാണല്ലോ. അങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ കൂടെ കടന്നുപോയ, അല്ലെങ്കിൽ വിശ്വാസത്തിൻ്റെ പേരിൽ നമ്മൾ മാറ്റിവെക്കപ്പെട്ട അങ്ങനെയുള്ള പാട്ടുകളോ അങ്ങനെ വല്ലതും? രാഗങ്ങൾ എനിക്ക് തോന്നുന്നത് പല മ്യൂസിക് ഡയറക്ടേഴ്സ്, ഇപ്പോൾ ദേവരാമാഷനെ പറയാറുണ്ട്, അല്ലെങ്കിൽ സ്വാമി പറയാറുണ്ട്. ഇപ്പോൾ ഈ ഇന്നലെ നീ ഒരു സുന്ദര രാഗമായി എന്നുള്ള പാട്ട് ബേഗഡയിലാണ് ചെയ്തിട്ടുള്ളത്. ബേഗഡയുടെ ഏറ്റവും മികച്ച ഇതാണ്, അത് സ്വാമിയുടെ ഒരു വെർഷനാണ്. അത് ദേവരാമാഷ ചെയ്യുമ്പോൾ അതേ രാഗത്തിൽ അമ്പലപ്പറമ്പിലെ ആരാമത്തിലെ ചെമ്പരത്തി പൂവേ എന്ന് പറയുന്ന പാട്ട്, അതും ബേഗഡയാണ്. അപ്പോൾ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സും ഓരോ രാഗത്തിനെ അവരുടേതായ രീതിയിലാണ് കാണുന്നത്. പക്ഷെ ഒരിക്കലും ഈ രാഗം വെച്ച് കമ്പോസ് ചെയ്യാറില്ല എന്ന് അവരെല്ലാവരും പറയാറുണ്ട്. ഈ രാഗം ആ പാട്ടിൽ വന്ന് ഏതെങ്കിലും ഒരു സ്റ്റേജിൽ ഈ രാഗം അതിൽ വന്ന് ചേരുകയുള്ളൂ. അല്ലാതെ ഒരു രാഗം വെച്ചിട്ട് ഇന്ന പാട്ട്, അല്ലെങ്കിൽ ഹാപ്പി മൂഡിലുള്ള ഒരു പാട്ടിന് ഇന്ന മോഹനത്തിൽ ചെയ്യാം, ദുഃഖം അങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും. ചിലപ്പോൾ അപൂർവമായിട്ട് ഇപ്പോൾ ആഹിർ ഭൈരവ് എന്ന് പറയുന്ന രാഗം അതിനൊരു ദുഃഖം ഉണ്ട്. എന്ന് എസ് ഡി ബർമൻ ചെയ്തിട്ടുണ്ട്. അത് തന്നെ മലയാളത്തിൽ ആദിയിൽ വചനമുണ്ടായി, അല്ലെങ്കിൽ വിജന തീരമേ എന്ന് പറയുന്ന പാട്ട്. അപ്പോൾ അല്ലെങ്കിൽ ചൈത്രം ചായം ചാലിച്ച് MBS ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ രാഗമൊക്കെ ഓരോ മ്യൂസിക് ഡയറക്ടേഴ്സ് ഓരോ തരത്തിലാണ് കാണുന്നത്. അത് ആ സിറ്റുവേഷൻ, അതിൻ്റെ ഈ വരികളുടെ ഒരു ആശയം എന്താണ്, അതൊക്കെ കണ്ട്. അതുകൊണ്ട് രാഗം ആവണമെന്നില്ല, രാഗം ബേസ് ചെയ്തുകൊണ്ട് പാട്ട് ഹിറ്റ് ആവണമെന്നില്ല. അത് ആ സംഗീത സംവിധായകൻ്റെ ഒരു മാന്ത്രിക സ്പർശം തന്നെയാണ് അതിൻ്റെ പിന്നിലെന്ന് എനിക്ക് തോന്നുന്നു. അതെ 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 അതെ. എന്തായാലും പൂർണ്ണേന്ദുമുഖിയെ കുറിച്ച് വളരെ ചുരുക്കി ഒന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുന്നു നമുക്ക്. പൂർണ്ണേന്ദുമുഖി എനിക്ക് ഞാൻ എഴുതിയ ഏകദേശം 16 പുസ്തകങ്ങളോളം എഴുതി. അതിലെനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകമാണ്. കാരണം വെച്ചാൽ ആത്മാംശമുള്ള ഒരു പുസ്തകം എന്ന് പറയുന്നത്. അതിൽ ഈ പൂർണ്ണേന്ദുമുഖി എന്ന് പറയുന്ന എൻ്റെ അമ്മയ്ക്ക് ഏറ്റവും പ്രിയപ്പെട്ട പാട്ട്. അമ്മ പിന്നീട് കുറച്ച് ശയ്യാവലംബ ആയിരുന്ന ഒരു കാലത്ത് അസുഖമൊക്കെ ബാധിച്ച സമയത്തും ഇപ്പോഴും ഓർമ്മ ഒക്കെ മിന്നി മറിയുന്ന സമയത്തും അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഒരു പാട്ടായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ എൻ്റെ മുഹമ്മദ് എന്ന് പറയുന്ന സുഹൃത്തിനെ പറ്റിയിട്ട്, ഒരു ബ്ലൈൻഡാണ്. അപ്പോൾ അവന് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ടായിരുന്നു ആ വിണ്ണിലിരുന്നുറങ്ങുന്ന ദൈവമോ എന്നുള്ള പാട്ട്. അതുപോലെ എസ് ജാനകി അവസാനമായിട്ട് കാണാൻ പോയൊരു, എസ് ജാനകി അവസാനമായിട്ട് പി ഭാസ്കറിനെ കാണാൻ പോയത് അന്ന് ഞാനാണ് കൂടെ പോയത്. അതൊരു വലിയൊരു വളരെ ഹൃദയസ്പർശിയായിട്ടുള്ളൊരു അനുഭവമാണ്. ജാനകി അമ്മയ്ക്ക് ഭാസ്കർ മാഷ് കാണണം എന്ന് പറയുന്നു. ഭാസ്കർ മാഷിൻ്റെ പാട്ടുകൾ അവർ പാടിക്കൊടുക്കുന്നു. ഭാസ്കർ മാഷ് ഓർമ്മ എന്ന് വെച്ചാൽ അൽഷൈമേഴ്സാണ്. അപ്പോൾ ഈ പാട്ടുകളൊന്നും ഓർമ്മയില്ല. പക്ഷേ ഈ പാട്ടിൻ്റെ പല്ലവി കഴിഞ്ഞ് ചരണം എത്തുമ്പോൾ ഭാസ്കർ മാഷ് ആ പാട്ടിൽ ലയിച്ച് ചേരുന്നു. എന്നിട്ട് അവസാനം ഞങ്ങൾ പുറത്തിറങ്ങുമ്പോൾ അദ്ദേഹം ചോദിക്കുന്നു, ഇതൊക്കെ ആരെ പാട്ടുകളാണ്. അപ്പോൾ അത് വളരെ വികാരഭരിതമായിട്ടുള്ള ഒരു അനുഭവമായിട്ട്
ജാനകിയമ്മ പറയാറുണ്ട്. സ്വന്തം അനശ്വരമായിട്ടുള്ള സൃഷ്ടി മറന്നുപോകാന്ന് പറയുന്നത് വളരെ കാണുന്നവർക്കാണ് ഏറ്റവും വേദന. എനിക്കും വളരെ ഹൃദയസ്പർശിയായിട്ട് തോന്നിയിട്ടൊരു അനുഭവമാണ്. അങ്ങനത്തെ അനുഭവങ്ങളാണ് പൂർണ്ണിതമുഖിയിലുള്ളത്. എന്തായാലും നമ്മുടെ ഇന്നത്തെ സമയം ഏകദേശം ഇങ്ങനെ അവസാനിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമുക്ക് അതിഥിയായി എത്തിയ ശ്രീ രവി മേനോൻ, അദ്ദേഹം നേരത്തെ ഞാൻ സൂചിപ്പിച്ചല്ലോ, അപ്പോൾ പാട്ടുകളെ കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഒരു വാക്കിംഗ് എൻസൈക്ലോപീഡിയ എന്ന് പറഞ്ഞാൽ തെറ്റില്ല എന്ന് പറഞ്ഞതുകൊണ്ട്. കാരണം അത്രയും അധികം നമ്പർ ഓഫ് സോങ്സിനെ കുറിച്ചും അതുമായി ബന്ധപ്പെട്ട എന്ത് കാര്യം ചോദിച്ചു കഴിഞ്ഞാലും അദ്ദേഹത്തിന് ആ ഇഷ്ടത്തിന് പറ്റിയൊരു ജോലിയിലാണല്ലോ ഇപ്പൊ അല്ലെ. മാതൃഭൂമി ഗ്രൂപ്പിന്റെ തന്നെ അല്ലെ മ്യൂസിക് ഹെഡാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും അതും വളരെയധികം സഹായിക്കുന്നുണ്ടെന്നുള്ളത്. ഒരുപാട് നന്ദി സാർ, ഇവിടെ എത്തിയതിനും ഈ 1.5 മണിക്കൂർ സമയം വളരെ സന്തോഷം നിറഞ്ഞതാക്കി തന്നതിനും. ഒപ്പം നമ്മുടെ കോഴിക്കോട് സ്റ്റുഡിയോയിൽ ഇന്ന് നമുക്ക് ചേർന്ന ശ്രീ കനകാംബരൻ, പ്രിയപ്പെട്ട രാഘവൻ മാഷിൻ്റെ മകൻ, അദ്ദേഹത്തിനും നന്ദി. നമ്മുടെ പ്രിയപ്പെട്ട ഗായിക രമ്യയ്ക്ക് നന്ദി രേഖപ്പെടുത്തുന്നു. ഇരുവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി. എന്തായാലും നമുക്ക് ഒരു മനോഹരമായ കവിത ശരണ്യയാണ് ആലപിക്കുന്നത്. ആ കവിതയോടുകൂടി നമ്മുടെ ഇന്നത്തെ സഹജീവനം പൂർണ്ണമാവുകയാണ്. അപ്പോൾ പ്രേക്ഷകരും ഇന്നത്തെ ഈ മുഴുവൻ സംഗീതമായിരുന്നു, പാട്ടുകളെക്കുറിച്ച് മാത്രമാണ് നമ്മൾ സംസാരിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ വളരെ എനർജി നൽകുന്ന ഒരു എപ്പിസോഡ് ആയിരുന്നിരിക്കും എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. കാരണം സംഗീതമാണല്ലോ ഏത് പ്രതിസന്ധിയിലും നമ്മളെ അതിജീവിക്കാൻ പറ്റുന്ന ഒരു ഔഷധം തന്നെയാണ്, വലിയൊരു സ്ട്രെസ് ബസ്റ്ററാണ് സംഗീതം. ആ സംഗീതം നിറഞ്ഞ എപ്പിസോഡായിരുന്നു എന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. എല്ലാവർക്കും നന്ദി. ഇനി നമുക്ക് നമ്മുടെ കവിതയിലേക്ക്, ശരണ്യയിലേക്ക് പോകാം. നമസ്കാരം, ഞാൻ ശരണ്യ, പാലക്കാട് ജില്ലയിലെ പുതുപ്പരിയാരത്ത് താമസിക്കുന്നു. ശ്രീ OMV കുറുപ്പിന്റെ നിശാഗന്ധി നീ എത്ര ധന്യ എന്ന കവിതയാണ് ഞാനിവിടെ അവതരിപ്പിക്കുന്നത്. നിഴൽ പാമ്പുകൾ കണ്ണു കാണാതെ നീന്തും നിലാവിൽ, നിരാലംബ ശോകങ്ങൾ തൻ കണ്ണുനീർ പൂക്കൾ കൺചിമ്മി നിൽക്കുന്ന രാവിൽ, നിശാഗന്ധി നീ ഏതദൃശ്യപ്രകാശത്തെ നിന്നുള്ളിലൂതി തെളിക്കാൻ ഒരേ നിൽപ്പു നിന്നു. നിലാവും കൊതിക്കും മൃദുത്വം നിനക്കാരു തന്നു. മഡോണാസ്മിതത്തിൻ അനാഘ്രാത ലാവണ്യ നൈർമല്യമേ, മൂക നിഷ്പന്ദ ഗന്ധർവ സംഗീതമേ, മഞ്ഞുനീരിൽ തപം ചെയ്തിടും നിത്യകന്യേ, നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ. വിടർന്നാവു നീ സുസ്മിതേ, വിടർന്നാവു നീ സുസ്മിതേ, നിൻ മനസ്സിൽ തുടിക്കും പ്രകാശം പുറത്തിൽ ഇരുൾപെറ്റ നാഗങ്ങൾ നക്കിക്കുടിക്കും. നിലാവിൻ്റെ നാഴൂരിവെട്ടം തുളുമ്പിത്തുടിക്കുന്ന മൺചട്ടിയിൽ നീ വിടർന്നൊന്നു വീർപ്പിട്ടു നിന്നു. മനസ്സിന്റെ സൗമ്യാർദ്രഗന്ധങ്ങൾ ആ വീർപ്പിലിറ്റിറ്റു നിന്നു. നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ. നിനക്കുള്ളതെല്ലാം എടുക്കാൻ കൊതിക്കും നിശാവാദമോടിക്കിതച്ചെത്തി നിൻ പട്ടുചേലാഞ്ചലത്തിൽ പിടിക്കേ. കരം കൂപ്പി ഏകാഗ്രമായി ശാന്ത നിശബ്ദമായി ധീരമേതൊരു നിർവാണ മന്ത്രം ജപിച്ചു. നിലാവസ്തമിച്ചു, മിഴിച്ചെപ്പടച്ചു. നിലാവസ്തമിച്ചു, മിഴിച്ചെപ്പടച്ചു. സനിശ്വാസമാഹംസഗാനം നിലച്ചു. നിശാഗന്ധി നീ എത്ര ധന്യ. ഇവർക്കന്ധകാരം നിറഞ്ഞോരു ലോകം തുറക്കപ്പെടുമ്പോൾ ജനിച്ചെന്ന തെറ്റിനു ജീവിക്കുകെന്നേ വിധിക്കപ്പെടുമ്പോൾ തമസ്സിൻ തുരുമ്പിച്ച കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ. കവാടം തകർത്തെത്തുമേതോ സഹസ്രാംശു വെക്കാത്തു കാത്തസ്തമിക്കുന്ന മോഹങ്ങൾ ഞങ്ങൾ.
കൂടാരമൊന്നിൽ തളച്ചിട്ട ദുഃഖങ്ങൾ ഞങ്ങൾ കവാടം തകർത്തെത്തുമേതോ സഹസ്രാംശുവെ കാത്തു കാത്തസ്തമിക്കുന്ന മോഹങ്ങൾ ഞങ്ങൾ ഭയന്നുറ്റു നോക്കുന്നു ഹാ മൃത്യുവേ, ഭയന്നുറ്റു നോക്കുന്നു ഹാ മൃത്യുവേ, നീ സ്വയം മൃത്യുവെ കൈവരിച്ചോരു കന്യ, നീ സ്വയം മൃത്യുവെ കൈവരിച്ചോരു കന്യ. നിശാഗന്ധി നീ എത്ര ധന്യ, നിശാഗന്ധി നീ എത്ര ധന്യ.